ഫലപ്രദമായിട്ട് ഈ വീഡിയോസ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇത് അയച്ചു കൊടുക്കാം. രണ്ട്, നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് ഈ വീഡിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാത്രമല്ല, മൂന്നാമത്തെ ഏറ്റവും വലിയ ആസ്പെക്ട് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ, നേരത്തെ ശ്രീത്ത് പറഞ്ഞ ആ പ്രസന്റേഷനിൽ ഡ്യൂപ്ലിക്കേഷൻ, ആർക്ക് വേണമെങ്കിലും വെറുതെ വീഡിയോ ഷെയർ ചെയ്യാൻ ആർക്കും സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിനകത്തൊരു സ്കില്ലിന്റെ ആവശ്യമില്ലാതെ വരുന്നു. ഏതൊരു വ്യക്തിക്കും കടന്നു വന്ന് വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ന്യൂ ലൈഫ് കമ്മ്യൂണിൽ ഈ പറയുന്ന 3 വീഡിയോസും നമ്മൾ സജ്ജീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ നിങ്ങളുടെ അപ്ലയൻസ്, സീരിയസ് ആയിട്ടുള്ള അപ്ലയൻസിന്റെ കയ്യിൽ ഈ 3 വീഡിയോ ഉണ്ടാവും. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുക, കാരണം ഇത് തന്നെ മറ്റുള്ളവർക്കും ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ആകെ ഒരു അദ്ദേഹവുമായിട്ടൊരു ഏറ്റുമുട്ടൽ വരുന്നത് ഫോളോ അപ്പ് സമയത്ത് മാത്രമാണ്. അപ്പോഴേക്കും ഈ പറയുന്ന വീഡിയോകൾ പകുതി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മുൻതൂക്കം ഉണ്ടാകും. ഇത് ഈ ഫോളോ അപ്പ് ചെയ്യുന്നത് 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വെള്ളിയാഴ്ചകളിലുള്ള നമ്മുടെ പ്രോഗ്രാമിലേക്ക് നേരിട്ട് വരാനും അവിടെയുള്ള ലീഡേഴ്സുമായിട്ട് സംസാരിക്കാൻ 15 മിനിറ്റ് മുമ്പോ 15 മിനിറ്റ് ശേഷമോ, പ്രോഗ്രാമിന് ശേഷമുള്ള 15 മിനിറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. എന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാം. ഇന്ന ആളുമായിട്ട് ഞാൻ കയറുന്നുണ്ട്, അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പ് കയറാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ബാക്കിയുള്ള സംശയ ദൂരീകരണം നടത്താൻ സാധിക്കും. 24 മണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്തിരിക്കണം. പലരും കേൾക്കാനും കാണാനും മറക്കും. നിങ്ങൾ രണ്ടാമത് പറയുമ്പോൾ മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അവരോട് പറയണം, ഒരു ആക്ഷൻ പ്ലാനിലാണ് നിങ്ങളൊന്ന് കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് എന്ന് പറഞ്ഞ് അതിന്റെ സീരിയസ്നെസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കാണാനായിട്ട് അനുവദിക്കുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും ചേരാനോ സാധനങ്ങൾ വാങ്ങാനോ നിർബന്ധിക്കാതിരിക്കുക. വീഡിയോ കാണാൻ നിർബന്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെയുള്ള മറ്റൊരു സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ MLM ഗുരു എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കിൽസിനും നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡേഷൻ, ആറ്റിറ്റ്യൂഡ് ബിൽഡിംഗ്, നോളജ് ബിൽഡിംഗ് എല്ലാത്തിനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചാനലാണ്. 100-ൽ പരം വീഡിയോസ് മലയാളത്തിൽ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ IKN 101 മോദി കെയർ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഈ പരിവർത്തനം തന്നെ അവർക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ശുരുവാത് വരാൻ സാധിച്ചില്ലെങ്കിൽ, അവർക്ക് അതുപോലും റെക്കോർഡഡ് ആയിട്ട് അതിനകത്ത് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ലൈവ് ആണ് എപ്പോഴും നല്ലത്. ഇനി ഇൻ കേസ് അവർക്ക് പറ്റിയില്ലെങ്കിൽ, ജോയിൻ ചെയ്തു ഈ ഞായറാഴ്ചത്തെ പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ലെങ്കിൽ അവരോട് പറയാ, ഓൾറെഡി IKN 101-ല് ശുരുവാതിന്റെ ഒരു വീഡിയോ സെഷൻ ഉണ്ട്, അത് കാണാൻ പറയാ. അതിനകത്ത് വളരെ നല്ലൊരു ശുരുവാത് വീഡിയോ സെഷനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ജബ്ബിസിന്റെ ഒക്കെ, മരിച്ചുപോയ ജബ്ബിസിന്റെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് വളരെയധികം പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സമൂലമായിട്ടുള്ള വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള സകല സജ്ജീകരണങ്ങളുമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കമ്മ്യൂൺ. ധാരാളം പ്രൊഫഷണൽസ് ഇവിടെ ഉണ്ട്. നേരത്തെ റിജു സൂചിപ്പിച്ചതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെ നോക്കിയാൽ 1000-ൽ കൂടുതൽ വർഷങ്ങളുടെ പരിചയം എല്ലാവരുടെയും കൂട്ടിച്ചേർത്താൽ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മളിവിടെ ഒരു 90 ദിവസത്തെ പ്രൊജക്റ്റ് ആയിട്ട് കണക്കാക്കി ഓരോ 90 ദിവസവും ഒരു കുതിച്ചുചാട്ടം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കരിയറിലെ, നിങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ വളർച്ചയിൽ അല്ലെങ്കിൽ കമ്പനിയിലെ വളർച്ചയിൽ ഒരു കുതിച്ചുചാട്ടം 90 ദിവസം കൊണ്ട് ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മൾ സജ്ജീകരിക്കുകയും അതിന് പറ്റുന്ന ലീഡർഷിപ്പ് പ്രോഗ്രാമുകളിലൂടെ നിങ്ങളെ കടത്തിവിടുകയും നിങ്ങളുടെ വീക്ക്ലി പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയും ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. നിങ്ങളും സ്വന്തമായിട്ട് ഇൻസ്പെക്ട് വാട്ട് യു എക്സ്പെക്ട് എന്ന് പറയും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആഴ്ചയിൽ പരിശോധിക്കണം. നിങ്ങൾ എത്രമാത്രം ഈ 4 ബേസിക്സുമായിട്ട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഈ ആഴ്ചയുടെ അടിസ്ഥാനത്തിൽ, എത്ര ലിസ്റ്റ് ഞാൻ ബിൽഡ് ചെയ്തു ഈ ആഴ്ച, എത്ര പേർക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്തു, എത്ര പേർക്ക് പ്രസന്റേഷൻ അയച്ചു കൊടുത്തു, അതുപോലെ തന്നെ എത്ര പേരെ ഫോളോ അപ്പ് ചെയ്തു, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി എഴുതി വെക്കണം. ഒരു ബുക്ക് ഉണ്ടാവണം. അതിൽ നേരത്തെ ശ്രീത് കാണിച്ചതുപോലെ തന്നെ ഫസ്റ്റ് കോണ്ടാക്ട്, സെക്കൻഡ് കോണ്ടാക്ട്, തേർഡ് കോണ്ടാക്ടിന്റെ കമന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. കാരണം എല്ലാം തലയിൽ സൂക്ഷിക്കരുത്. തലയിൽ നിന്ന് താഴേക്ക് പോകണം. തലയിൽ നിന്ന് അത് കടലാസിലേക്ക് പോകുമ്പോഴേ തല ഒഴിയുള്ളൂ. അതിനകത്തേക്ക് പുതിയ പേരുകളും കാര്യങ്ങളും വരികയുള്ളൂ. അപ്പൊ തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ കടലാസും പേന ഉണ്ടെങ്കിൽ ഇത് എഴുതി വെക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ് എന്നാണ്. തിങ്ക് ചെയ്യണമൊക്കെ ഇങ്ക് ഇറ്റ്, INK എന്ന് പറഞ്ഞാൽ മഷിയിലേക്ക് ആക്കണം, എഴുതണം എന്നർത്ഥം. തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ്. 4 ഈ 4 ബേസിക്സിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ 4 കാര്യങ്ങളാണ് ഇന്ന് ഞാനാണെങ്കിലും ചെയ്യുന്നത്. 25 വർഷത്തിന് ശേഷം ഞാനും
എന്റെ ലിസ്റ്റ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കുന്നു, ഞാൻ പ്രസന്റേഷൻ അയച്ചു കൊടുക്കുന്നു, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നു, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദീസ് ആർ ദ 4 ബേസിക് പില്ലേഴ്സ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് സക്സസ് ആവശ്യമുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആക്ഷൻ ഈ 4 കാര്യങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു സെക്കൻഡ് നേച്ചറായി മാറണം, ഹാബിറ്റായി മാറണം. മറ്റൊന്ന് ബിൽഡ് ഇറ്റ് വിത്ത് മീറ്റിംഗ്സ് എന്ന് പറയും. ഈ മീറ്റിങ്ങുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഫ്യൂൽ സ്റ്റേഷൻ. നിങ്ങൾ പുറത്തിറങ്ങി 4 നോ കേട്ട് നെഗറ്റീവ് കേട്ട് വിചാരിച്ച ആൾക്കാർ താല്പര്യക്കുറവ് കാണിക്കുമ്പോൾ ഒന്ന് പതുങ്ങിപ്പോവും, ഒന്ന് വിഷമത്തിലാവും. ഈ വിഷമമൊക്കെ മാറ്റി പിന്നീട് റീചാർജ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്യൂൽ സ്റ്റേഷനുകളാണ് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും. പ്രത്യേകിച്ച് ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ പോയി കാണാനോ വരുത്താനോ നേരം കിട്ടില്ല. അവരോട് നേരെ മീറ്റിംഗിലേക്ക് വരാൻ പറയാ. BOP എന്ന് പറയുന്ന രീതിയിൽ മീറ്റിംഗ്, അത് കഴിഞ്ഞ് ട്രെയിനിങ് ആണെങ്കിൽ മീറ്റിംഗ്, അവരോട് അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ധാരാളം പാർട്ട് ടൈമേഴ്സിന് ഈ മീറ്റിങ്ങുകൾ വഴി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ് ഉറപ്പാക്കാൻ പറ്റും. കൂടാതെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ബഡ്ഡി മീറ്റിംഗ്സ് ഉണ്ടാക്കണം. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നോളജും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കിടക്കും, പക്ഷെ അടിസ്ഥാനപരമായിട്ട് പീപ്പിൾ വർക്ക് ഫോർ പീപ്പിൾ. ആളുകൾക്ക് വേണ്ടി, ആളുകളുടെ ഒപ്പം, ആളുകളുടെ സ്നേഹം, അതാണ് ഇതിനകത്ത് പശ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ശമ്പളം കൊടുത്ത ആരും പണിക്ക് വെച്ചിട്ടില്ല. ആരും നമ്മുടെ ജോലിക്കാരല്ല, ആരുടെയും നമ്മളും ജോലിക്കാരല്ല. അപ്പൊ അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടാൻ വേണ്ടി 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള ഒരു ബഡ്ഡി മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. വൈകുന്നേരം വന്ന് ഹായ് ബായ് പറയുന്നു, ഒരു പാട്ട് പാടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു. ബിസിനസിനെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ബിസിനസ് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും വഴി നടന്നോളും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളർത്തുക. ഒരു ദിവസം അയാളെ പരിചയപ്പെട്ടു, അത് കഴിഞ്ഞ ഒരു ദിവസം അയാളുടെ സഹധർമ്മിണിയെ പരിചയപ്പെട്ടു, മക്കളെ പരിചയപ്പെട്ടു, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു. സ്ഥിരമായി കണ്ടില്ലെങ്കിൽ ഒരു വിഷമം വരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ഒരു ടീം അത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ചെയ്ത് പഠിക്കണം. ഒരാളാണെങ്കിൽ പോലും തുടങ്ങുക. ഒരു ബഡ്ഡി മീറ്റിംഗ്, ഒരാളെ ഉള്ളെങ്കിൽ പോലും നിങ്ങളെ ബഡ്ഡി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒന്നിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. 1000 കാതം ജേണി ആണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ അത് നിങ്ങളുടെ നേച്ചറാക്കി മാറ്റുക. ആഴ്ചയിൽ 2 ബഡ്ഡി മീറ്റിംഗെങ്കിലും കമ്പൽസറി ആണ്. ഒന്നല്ല, ആഴ്ചയിൽ 2 ബഡ്ഡി മീറ്റിംഗെങ്കിലും നിങ്ങൾ നടത്തിയിരിക്കണം. എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂട്യൂബ് ചാനൽ ട്രെയിനിങ്, ഇന്ത്യൻ MLM ഗുരു IKN 101 സ്ഥിരമായി വാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ശീലമാവണം. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും രാവിലെ എണീറ്റിട്ടും ആണെങ്കിൽ അങ്ങനെ നല്ലത്. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശുഭാരംഭം എന്ന് പറയുന്ന ഞായറാഴ്ചയുള്ള ഈ പ്രോഗ്രാം ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. കൂടെയുള്ള ടീമിൽ ആരും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വന്നിരിക്കണം. കാരണം ഈ പ്രോഗ്രാമുകൾ ആളുകൾ ഉള്ളപ്പോൾ മാത്രം കയറിയിരിക്കാനുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ധാരണ ഉണ്ടാവുക. എത്ര ലീഡേഴ്സ് ആണെങ്കിലും ബേസിക്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഞാൻ ഇന്ന് ഇരുന്ന് പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ച്, അപ്രോച്ചിനെ കുറിച്ച് ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇന്ന് വാല്യൂ അഡീഷൻ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു പ്രസന്റേഷന് ശേഷം കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് വരും. എത്ര ലീഡറായി എന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ മിടുക്കനാണ് അല്ലെങ്കിൽ എത്ര പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാലും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കണ്ടംപററി ആവണം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടത് നല്ലതാണ്. സോ പഴയ ആള് പുതിയ ആളെന്നുള്ള വ്യത്യാസമില്ല. ഈ പ്രോഗ്രാമിൽ സ്ഥിരമായി വരിക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കമ്പനി വക ട്രെയിനിങ്ങുകൾ ഉള്ള സജ്ജീകരണമുണ്ട്. അതിന് training.modicare.com എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് training.modicare.com എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് കിട്ടും. സിസ്റ്റത്തെ കുറിച്ചുള്ളതും കുറെ വീഡിയോസ് അതിനകത്തുണ്ട്. പ്ലാനിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം. കൂടാതെ im.modicare.com എന്ന് പറയുന്ന വേറൊരു സജ്ജീകരണം ഉണ്ട്. അതും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചുമുള്ള കാറ്റലോഗ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പല ലാംഗ്വേജിലുള്ള കാറ്റലോഗ്സ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. മോദികെയർ ബ്രോഷർ, ഒരു ബ്രോഷർ ഉണ്ട്, PDF ഫയൽ. ആ PDF ഫയൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് ഇതെല്ലാം എംബഡ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ PDF ഉണ്ട്. അത് തന്നെ ധാരാളമാണ്. അതുപോലും ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ ഒരു ട്രെയിനിങ് സെന്ററായി മാറും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതായത് ദാഹമുണ്ടെങ്കിൽ ഈ കിണറിൽ ധാരാളം വെള്ളമുണ്ട്. ദാഹമുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യത്തിലധികം വെള്ളമുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്താണ് ഈ അൺലിമിറ്റഡ് സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൂവൺ സിസ്റ്റം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് പാർട്ട്ണറാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം? നമ്മുടെ സിസ്റ്റം ഇതാണ്. എല്ലാ 1-ാം തീയതിയും 100 PV ചെയ്യുക, പോയിന്റ് വാല്യൂ, അതിന്റെ ഓണർഷിപ്പ് എടുക്കുക. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ എക്സലന്റ്. കാരണം അതിനുള്ള വാല്യൂ ഉള്ള, വോള്യൂം ഉള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അതായത് 100 വയസ്സും അതിനധികം കാലം ജീവിക്കാൻ പാകത്തിനുള്ള സൗന്ദര്യവും ഓജസ്സും തേജസ്സും ആരോഗ്യവും ആയുസ്സും ഒക്കെ തരാനായിട്ട് പ്രാപ്തിയുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും വേണ്ടി എടുത്താൽ തന്നെ ഈ പറയുന്ന 6000 രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതേ ഉള്ളൂ.
ഇനി നിങ്ങൾക്ക് ആകെ 10,000 രൂപ ശമ്പളമുള്ളൂ അല്ലെങ്കിൽ 5,000 രൂപ ശമ്പളമുള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയുടെ സാധനം മേടിക്കാൻ പറ്റുള്ളെങ്കിൽ മതി, ബാക്കി 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിൽ എത്തി എന്നുള്ളതിന്റെ ഓണർഷിപ്പ് നിങ്ങൾ എടുക്കണം. അങ്ങനെയാണ് ഒരു ബിസിനസ് ബിൽഡറായി മാറുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലെ അർഹതയില്ല നിങ്ങൾക്ക്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഒരു ബിസിനസ് യൂണിറ്റ്, ഒരു ബോഡിയുടെ ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബിസിനസ് യൂണിറ്റ് 100 PV ആണ്. അതിന്റെ ഓണർഷിപ്പ് എടുക്കുന്നു. അത്തരത്തിലുള്ള 4x2 സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മൾ ഇത് ബിൽഡ് ചെയ്ത് താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ വോള്യം 100 PV, സ്ട്രക്ചർ 4x2. സ്ട്രക്ചറും വോള്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അൺലിമിറ്റഡ് സക്സസ് ഉറപ്പാണ്. ഇതിനൊപ്പം ആരെങ്കിലും ഫാസ്റ്റ് സ്റ്റാർട്ട് ആയിട്ട് 10% തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുറച്ചും കൂടി പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള നിലയിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രൊമോഷൻസ് ഉണ്ട്. വേഗം 10% തന്നെ കടന്നു വരുന്നു. സാധാരണഗതിയിൽ 10% ആവാൻ എടുക്കേണ്ട BV വേണ്ട. ആ വന്ന മാസം തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം വളരെ കുറച്ച് സമയം കൊണ്ട് ചെറിയൊരു വോളിയം ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹം 10%ലേക്ക് കടക്കുന്ന ഒരു സംഗതിയാണ്. അത് നിങ്ങളെ കൊണ്ടുവന്ന അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഇവിടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ചാൽ മതി, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളി അല്ലാത്തത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ജോയിനിങ് നിങ്ങളായിട്ട് കൊണ്ടുവരണം. അവരെ നേരെ തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ലെഗിലോ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേസിലോ ഇടാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പോൺസറിങ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ഒഴുകി പഠിക്കണം. നിങ്ങൾ അതിനകത്ത് മിടുമിടുക്കനായി മാറണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു ആഴ്ചയിൽ ഒരാളെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റണം. അതുപോലെ തന്നെ കിണറുകൾ കുഴിക്കണം. വെള്ളത്തെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിട്ട് അവസാനം അവിടെ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്. വെള്ളത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതിന് മുമ്പ് അവിടെ കിണറുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ കിണറുകൾ ഇല്ലെങ്കിൽ കിണറുകൾ കുഴിക്കാൻ പഠിക്കണം. ഉള്ള കിണറുകളുടെ ചുറ്റിപ്പറ്റി നടക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കിണർ കുഴിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ കിണറിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു 100 കസ്റ്റമേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ആ 100 പേരും നിങ്ങളുടെ തന്നെ ടീമിലാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് നിങ്ങളുടെ ലെഗുകളിൽ വരുന്നത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് സക്സസ് ആയി മാറാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണത്? പേഴ്സണൽ പർച്ചേസ് പോയിന്റ് 100 PV എന്ന് പറയുന്ന ഒരു സെല്ലാണ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ യൂണിറ്റിന്റെ ഭാഗമല്ല. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക. അതിന്റെ ഓണർഷിപ്പ് എടുക്കുക. 4x2 സ്ട്രക്ചർ ഉണ്ടാക്കുക. FSP ജോയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ ആഴ്ചയും ഓരോരുത്തരെ സ്പോൺസർ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ അപ്പോയിന്റ് ചെയ്യുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം 4 പേരെ കൊണ്ടുവരുന്നു. ആ 4 പേർക്കും ഈ 2 പേരെ കൊണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എല്ലാവരും 100 PV വാങ്ങിയാൽ ഇതേ വോള്യം തന്നെ 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും ഈ പറയുന്ന നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ഡയറക്ടർ ആയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള 8 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ ഈ കമ്പനിയുടെ എല്ലാ ഇൻകങ്ങളും വാങ്ങുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവും. ചുരുക്കത്തിൽ ഇവിടെ നിന്നും ഇവിടേക്കുള്ള യാത്രയാണ് എല്ലാ ഇൻകങ്ങളും നേടാനുള്ള യാത്ര എന്ന് മാത്രം മനസ്സിലാക്കുക. അതിന്റെ തുടക്കത്തിൽ 4 ലെഗുകൾ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ 4 ലെഗുകളെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫർദർ എക്സ്പാൻഷനിലേക്ക് പോവുക. ഓരോ ലെഗുകൾ ഡയറക്ടറായി മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ ലെഗുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 4 ലെഗുകൾ അത് അങ്ങനെ തന്നെ താഴേക്ക് ഡെവലപ്പ് ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരു ലെഗ് ഡയറക്ടർ ആവുമ്പോൾ അടുത്ത ലെഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 2-ാമത്തെ ലെഗ് ഡയറക്ടർ ആവുമ്പോൾ അടുത്ത ലെഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 4 ലെഗ് ഡയറക്ടർ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു 8 ലെഗുകൾ ഉണ്ടാവും. ഒടുക്കം ആ 8 ലെഗുകളും ഡയറക്ടർ ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാ വരുമാനവും കിട്ടുന്ന രീതിയിലാണ് ഇത് വരേണ്ടത്. ഈ പിക്ചർ മനസ്സിലുണ്ടാവണം. ബാക്ക് ഓഫ് യുവർ മൈൻഡ് ഈ പിക്ചർ ഉണ്ടാവണം. ഇതിലേക്കാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇത് ഓപ്ഷണൽ അല്ല, ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതല്ല. ഇത് കമ്പൽസറി ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ച പോലെ വിചാരിച്ച ആളുകൾ വിചാരിച്ച സമയത്ത് വരണമെന്ന് യാതൊരു നിർബന്ധവും അത് വരില്ല എന്നുള്ള കാര്യം ആൾമോസ്റ്റ് ഷുവർ ആണ്. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവലിൽ മാത്രം കാര്യങ്ങൾ പോണ ഒരു സ്ഥലം അല്ല ഇത്. ഇതൊരു ജോലി പോലെ 30-ാം ദിവസം കൃത്യമായി ശമ്പളം കയ്യിൽ വരുന്ന ഒരു സംഗതി അല്ല. ഇവിടെ നമ്മൾ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ മാത്രമാണ് ഓടുക. ആദ്യത്തെ 6 മാസം നമ്മുടെ ഓട്ടം പോലെ വേറെ ആരും ഓടാനുണ്ടാവില്ല. ഇതൊക്കെ ഇതിന്റെ നേച്ചറാണ്, ഇതിന്റെ രീതികളാണ്. ഈ സമയത്തെല്ലാം നിങ്ങളുടെ അപ്ലൈനുമായിട്ട്, ആക്റ്റീവ് അപ്ലൈനുമായിട്ട് നിരന്തര സമ്പർക്കം ഉണ്ടാക്കി അദ്ദേഹവുമായിട്ട് അവനവന്റെ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് പകരം ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഡിജക്റ്റഡ് ആയി വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ വർത്തമാനവും കേട്ട്
ചുങ്ങിച്ചുളിഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ സാധ്യതകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇനീഷ്യലി ഇഫർട്ട് കൂടുതലും റിസൾട്ട് കുറവുമായിരിക്കും. ഇഫർട്ട് കൂടുതലും റിസൾട്ട് കുറവായിരിക്കും. കാരണം പിന്നീട് ഇഫർട്ട് കുറവും റിസൾട്ട് കൂടുതലുമായ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള വിലയാണത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, മീറ്റിംഗിന്റെയും ട്രെയിനിങ്ങിന്റെയും ക്ലൈമറ്റിലേക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ നിർത്തിപ്പൊക്കോളൂ. ഈ ബിസിനസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഈ ബിസിനസ്സിലെ എല്ലാ സീരിയസ് ആയിട്ടുള്ള ലീഡേഴ്സും, സീരിയസ് ആയിട്ടുള്ള ഇതുവരെയുള്ള ചരിത്രത്തിലെ എല്ലാവരും മീറ്റിങ്ങുകൾക്കും ട്രെയിനിങ്ങുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തവരും അതിൽ വന്നിരുന്നവരും അവിടെ പങ്കെടുപ്പിച്ചവരുമാണ്. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഈ ക്ലൈമറ്റ് ശരിയാകുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഓരോ ബിസിനസ്സിനും ഓരോ രീതികളുണ്ട്. ആ രീതികൾ മനസ്സിലാക്കുക. മീറ്റിങ്ങും ട്രെയിനിങ്ങുമാണ് നമ്മളെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് നിങ്ങൾ സാധിച്ചെടുക്കുന്നത് ഒരു വ്യക്തിയല്ല, ഈ ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക. Accepting and adapting to a new culture and environment and system without ego. നിങ്ങൾ വലിയ വലിയ സംഭവങ്ങളായിരിക്കും, നിങ്ങളുടെ മേഖലകളിലൊക്കെ നിങ്ങൾ വലിയ പ്രാവീണ്യം തെളിയിച്ചവരായിരിക്കാം. ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു, ഞാനത് റെസ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഇനി റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വന്ന് ഇവിടത്തെ സിസ്റ്റവുമായിട്ട് മനസ്സിലാക്കി അതിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് അതിലേക്ക് മറ്റുള്ള ആളുകളെ പ്ലഗ് ഇൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരും. അത് നിങ്ങൾക്ക് മാത്രം വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഒടുക്കം നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങൾ തന്നെ നിർത്തും. ഈ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആളുകളും വഴിയാധാരമാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ ഈഗോ മാറ്റിവെക്കേണ്ടത്, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾക്കും കൂടി ഒരു സഹായമാവാൻ വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ്സിൽ ഈഗോ കാണിച്ചു പോയവരെല്ലാവരും പിന്നീട് വലിയ രീതിയിൽ സഫർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് അവരെ മാത്രം ബന്ധിപ്പിക്കുന്നതാണ് ഈഗോ. പക്ഷെ അവരുടെ ടീം അംഗങ്ങളും അതുകൊണ്ട് സഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇതൊരു പ്രത്യേക സ്ഥലമാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ബിസിനസ്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ മനസ്സിലാക്കി അതിന്റെ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റൊന്ന്, അപ്ലൈൻ ലീഡേഴ്സിന് എഡിഫിക്കേഷൻ വളരെ വളരെ ക്രിട്ടിക്കലാണ്. അതൊരു സബ്ജക്ട് പോലെ പഠിക്കണം. നേരത്തെ കമ്പനി പുറത്തുവിട്ട നേരത്തെ ശ്രീജിത്ത് കാണിച്ച PPT-യിൽ വരെ വളരെ കൃത്യമായി ഫലപ്രദമായി നിങ്ങളെ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എഡിഫിക്കേഷൻ ഓഫ് അപ്ലൈൻ ലീഡേഴ്സ് എന്താണത്? നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച ആൾ തന്നെ ആവണമെന്നില്ല. നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച ആളുടെ മുകളിൽ ആരാണോ സക്സസ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങളെ മെന്ററായിട്ട് എടുത്തിട്ടുള്ളത്, അദ്ദേഹത്തെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം എഡിഫൈ ചെയ്തുകൊണ്ട്, അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട്, സോ ദാറ്റ് അദ്ദേഹത്തിന് വളരെ ഫലപ്രദമായി നിങ്ങളുടെ ടീം അംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണത്. ആ ഒരു എഡിഫിക്കേഷനിലാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വേദവാക്യം പോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ അധികം ചോദ്യം ചോദിക്കാതെയും സംശയം കാണിക്കാതെയും വളരെ വിശ്വാസത്തോടു കൂടിയും അത് അക്സെപ്റ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ അതൊരു ടോപ്പിക്കായിട്ട് മാറ്റണം, അത് പഠിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കലയാണ്, അതൊരു ആർട്ടാണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് പഠിച്ചു തുടങ്ങും. നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരും. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് തന്നെ നിങ്ങളുടെ ടീം അംഗങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും വേണ്ട വിധത്തിൽ. അപ്പൊ ആ രീതിയിലുള്ള ഈ ഒരു എഡിഫിക്കേഷൻ പശയിലാണ് ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് കൊടുക്കുമ്പം ആളുകളുടെ ഈഗോയും അവരുടെ പൈസയും അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ ഒരു പരിധിയിൽ വിട്ട് അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അപകടം ചെയ്യും. കാരണം ഇത് വളരെ റിലേഷൻഷിപ്പ് വളരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ്. പലരും സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ പറയാത്ത കാര്യങ്ങൾ വരെ അപ്ലൈനോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖലയാണിത്. കാരണം അത്ര കോൺഫിഡൻസ് നമുക്ക് ആളുകളിലേക്ക് വരും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിനെ ദുരുപയോഗപ്പെടുത്താതിരിക്കുക, അതിൻ്റെതായ രീതിയിൽ കറക്റ്റൈൽ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ആളുകളുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക. മറ്റൊന്ന്, പണത്തിന്റെ ഒരു ഇടപാടുകളും അപ്ലൈൻ ഡൗൺലൈൻ തമ്മിൽ ഒരു പൈസ പരിപാടികളും ഉണ്ടാവരുത്. പണം പോകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടും, ആ ടീമിനെ നഷ്ടപ്പെടും. എഴുതി വെച്ചോളൂ. പണം പോകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടില്ല, അത് പോയി. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നഷ്ടപ്പെടും, വാല്യൂ നഷ്ടപ്പെടും, കരുത്ത് നഷ്ടപ്പെടും, ആ ടീമും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും പണം ഇടപാടുകൾ, അതുപോലെ ഈഗോ ഇടപാടുകൾ, സ്പൗസുമായിട്ടുള്ള ഇടപാടുകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ടീം അംഗങ്ങളോ, അത് പാരലൽ ലൈൻ ആയിക്കോട്ടെ, അപ്ലൈൻ ആയിക്കോട്ടെ, ഡൗൺ ലൈൻ ആയിക്കോട്ടെ, എപ്പോഴും ഒരു ഹസ്താന്തർ എന്ന് പറയുന്ന 2 അടി അകലം വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. മറ്റൊന്ന്, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 5 വർഷം
നിങ്ങൾക്ക് ലാഭിക്കാം ഈ ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ ട്രയൽ ആൻഡ് എറർ നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ 5 വർഷം പോക്കാം. നിങ്ങൾക്ക് ശരിയായ ഒരു മെന്റർ, ആരാണ് മെന്റർ, ആ മെന്റർ സക്സസ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് വഴി കാണിച്ചു തന്നുണ്ടായാലും മെന്റർ ആവണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ സ്ഥാപിത താല്പര്യമുള്ള, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള, ഈ മേഖലയിൽ സക്സസ്ഫുൾ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ മെന്റർ. അത് ആര് വേണമെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് എന്നെ എടുക്കാം, അല്ലെങ്കിൽ എന്റെ അപ്ലൈനെ എടുക്കാം, അല്ലെങ്കിൽ അവരുടെ അപ്ലൈനെ എടുക്കാം, അല്ലെങ്കിൽ മോളിലേക്ക് ആരെ വേണമെങ്കിലും. നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് 100% വിശ്വാസം, ആരോടാണോ നിങ്ങൾക്ക് 100% ഇഷ്ടം, ആരുടെ കൂടെ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നത്, അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. അത് ആലോചിച്ചിട്ട് അത്തരം ഒരാളെ മെന്ററായിട്ട് എടുക്കുക, അദ്ദേഹത്തിനെ 100% സമർപ്പിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. 99.9 അല്ല, 100%. കാരണം അദ്ദേഹം നിങ്ങൾക്ക് മോശമാവുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല. സ്വന്തം മക്കൾ മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു പാരന്റും ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ ബിസിനസ് പരമായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ ഡെഡിക്കേഷനിലുമായൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങളെ ലിഫ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെയും കൂടി ഒരു ആവശ്യമായി മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം 99% ഒക്കെയാണ്. ബാക്കി 1% നിങ്ങളുടെ കയ്യിലുള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് അടിസ്ഥാനപരമായിട്ട് എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ നോക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. നിങ്ങൾ ആകെ ഇതിനകത്ത് വളരേണ്ടത് 3 റോളുകളിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ ആദ്യത്തെ ദിവസമായിരിക്കാം ഇന്ന്, അല്ലെങ്കിൽ ഇന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ട്രെയിനിങ്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ പരിശീലനത്തിന് വിധേയമാവുകയാണ് നിങ്ങൾ. ഒരു പുതിയ മേഖല, എല്ലാം കൊണ്ടും പുതിയത്, ഇതുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ. ഇന്ന് വരെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു നെറ്റ്വർക്കോ ബിൽഡോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 3 തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ വഴിയാണ് നിങ്ങൾക്ക് വളർച്ചയുള്ളൂ. ഒന്ന്, എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്. അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ട ഏക കാര്യം. റിക്രൂട്ട്മെന്റിന് സഹായിക്കുന്നത് എന്ത്, അതിനെ പറ്റിയ ഒരുപാട് വീഡിയോകൾ ഇന്ത്യൻ MLM ഗുരുവിലുണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ധാരാളം ഓരോ ആളുകളുടെ വേർഷൻ നിങ്ങൾക്ക് കാണാം, കേൾക്കാം, അനുഭവിക്കാം. ഇതൊന്നും പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് എത്രയോ വർഷങ്ങൾ എടുത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ആലോചിക്കാം. അപ്പോ റിക്രൂട്ട് ചെയ്യാനായിട്ട് പഠിക്കുക, അതാണ് ആദ്യം പഠിക്കേണ്ടത്. യു ഷുഡ് ബി എ റിക്രൂട്ടർ. അങ്ങനെ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടായി കഴിയുമ്പോൾ ആ ടീമിനെ എങ്ങനെ ടീമിനെ മാനേജ് ചെയ്യണം, ഒരു സമയം മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ എല്ലാ ടീമിലും എവിടേക്കെങ്കിലും എത്താനായിട്ട് എങ്ങനെ പറ്റും, എങ്ങനെ നമ്മുടെ ടീം ആൻഡ് ടൈം മാനേജ്മെന്റ് നടത്തണം, ഇതാണ് സെക്കൻഡ് ലെവൽ ട്രെയിനിങ്. ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ നെല്ലിയാമ്പതി പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്. ഒരു ഡയറക്ടറെങ്കിലും ആവാതെ നിങ്ങൾക്ക് ഒരു ടീം പോലും ഇല്ല. പിന്നെ അങ്ങനെയല്ലാത്ത ഒരാളെ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിന് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 90 ഡേയ്സിൽ ഡയറക്ടർ ആവുകയും ഉടനെ തന്നെ അടുത്ത ട്രെയിനിങ്ങിന് നെല്ലിയാമ്പതിയിൽ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവലില് ലേൺ ടീം ആൻഡ് ടൈം മാനേജ്മെന്റ്. തേർഡ് ലെവലിൽ ഇത്തരത്തിലുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീഡറായി നിങ്ങൾ മാറുന്നു. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് നിങ്ങൾക്ക് ആവശ്യം. തേർഡ് ലെവലില് അത് ലീഡർഷിപ്പിന്റെ കമ്മ്യൂണിക്കേഷന്റെയും അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാനും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഡർഷിപ്പിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ ആശയവിനിമയത്തിന്റെയും നേതൃത്വ ഗുണവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എവറി ഇയർ ഐ ഇൻവെസ്റ്റ് അറൌണ്ട് 1 lakh rupee ഓൺലി ടു ലേൺ. പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ വിവിധ കോഴ്സുകൾക്ക് പൈസ അടയ്ക്കുകയും ഞാൻ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതർവൈസ് ഞാൻ ഒരിക്കലും അപ് ടു ഡേറ്റ് ആവില്ല, ഞാൻ ഒരിക്കലും കണ്ടംപററി ആവില്ല, ഞാൻ ഒരിക്കലും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് സഹായിക്കാൻ പാകത്തിനുള്ള ഒരു റിസോഴ്സ് ആയി മാറില്ല. ഞാനൊരു കാലഹരണപ്പെട്ട ഒരു പഴഞ്ചക്കായി മാറും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതൊരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ തുടങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിക്രൂട്ട്മെന്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് ടൈം ആൻഡ് ടീം മാനേജ്മെന്റിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ലീഡർ ആവാൻ സഹായിക്കണം. ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്ന അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്പേസിലേക്കാണ് നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നിരിക്കേണ്ടത്. അല്ലാതെ വെറുതെ കുറെ കാർ എടുത്ത് കൈയടിക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേഷൻ ഫ്യൂല് മാത്രം കത്തിച്ചാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നീന്താൻ പറ്റില്ല, നിങ്ങൾക്ക് പറക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മല കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് വായ പൊളിച്ചിരിക്കാനേ പറ്റുള്ളൂ. എക്സൈറ്റ്മെന്റുമായിട്ട് നിങ്ങൾ ഇരുന്ന് പൊട്ടും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ തുടങ്ങാൻ എക്സൈറ്റ്മെന്റ് വേണം, നിങ്ങൾ തുടങ്ങാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ മോട്ടിവേഷൻ വേണം, എക്സൈറ്റ്മെന്റ് വേണം, എല്ലാം വേണം. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിന് അന്തരീക്ഷം തരുന്ന ടീമും അന്തരീക്ഷം തരുന്ന ലീഡേഴ്സും ആ അന്തരീക്ഷം ഒരുക്കി തരുന്ന, ആ സ്പേസ് ഒരുക്കി തരുന്ന സ്ഥലത്ത് മാത്രമേ ഒരു പരിധി വിട്ടാൽ ആളുകൾ വളരുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തി നിങ്ങൾ സ്റ്റക്ക് ആവും, ഒരു സംശയം വേണ്ട. നിങ്ങൾ സ്റ്റക്ക് ആവുമ്പോൾ എന്തുകൊണ്ട് സ്റ്റക്ക് ആയെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് കൈപിടിച്ച് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ന്യൂ ലൈഫ് കമ്മ്യൂൺ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ റിസോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആ റിസോഴ്സ്ഫുൾനെസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ചുറ്റും ഉണ്ട് ആ റിസോഴ്സ്, നിങ്ങൾ അത് ഉപയോഗിക്കണം. അപ്പൊ 4 ബേസിക്സിലും ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും ഒക്കെ മെച്ചപ്പെടുത്താൻ പാകത്തിനുള്ള ജിംനേഷ്യമാണ് ഇവിടെ നമ്മൾ ന്യൂ ലൈഫ് കമ്മ്യൂണിൽ ഒരുക്കി തരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജിംനേഷ്യമാണ് നിങ്ങളുടെ ബഡ്ഡി മീറ്റിംഗ്സ്.
ബഡ്ഡി മീറ്റിംഗ്സ് ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പിന്റെ ജിംനേഷ്യമാണ്. അത് കളിക്കണം. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഭയങ്കര എടുക്കണമെന്നാ അല്ല, നിങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ഞാൻ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ബഡ്ഡി മീറ്റിങ്ങുകൾ വഴി നമ്മൾ അത് മെച്ചപ്പെടുത്താനുള്ള ജിംനേഷ്യമാണ്. ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും മെച്ചപ്പെടുത്താനായിട്ടാണ് ഇത്തരം മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും വരുന്നത്. അതുപോലെ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുക. എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ഞാൻ പഠിക്കട്ടെ, പഠിച്ചിട്ട് ചെയ്യാന്നല്ല, ഇത് ചെയ്താണ് പഠിക്കുന്നത്. എല്ലാം പഠിച്ച് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എല്ലാം പഠിച്ചതിന് ശേഷം നീന്താന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല. നീന്തി വെള്ളം കുടിച്ചും മുങ്ങിയാണ് അത് പഠിക്കുന്നത്. സൈക്കിൾ പഠിക്കുന്നത് ഇടയ്ക്ക് ഉരുണ്ട് വീണും കാലിന്റെ മുട്ടൊന്ന് ചെറുതായി പൊട്ടിയും ഒക്കെയാണ് സൈക്കിൾ ചവിട്ട് പഠിക്കുന്നത്. അങ്ങനെ അല്ലാതെ ആരും ഇന്നുവരെ പഠിച്ചിട്ടില്ല. മുങ്ങി താഴാതെ ആരും നീന്തൽ പഠിച്ചിട്ടില്ല, മുട്ട് പൊട്ടാതെ ആരും സൈക്കിൾ ചവിട്ടും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ഇതിന്റെ പ്രോസസ്സിലുള്ളതാണ്. ഈ സമയത്തെല്ലാം നിങ്ങളെ ക്യാരി ചെയ്യാനായിട്ട് നമ്മളെ പോലുള്ള ലീഡേഴ്സിന്റെ കൈകളുണ്ട്. നിങ്ങൾ മിടുക്കനും മിടുക്കിയാണെന്ന് പ്രൂവ് ചെയ്യണം. അത്ര തന്നെ, ഇറങ്ങിത്തിരിക്കണം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം. അതുപോലെ 2020 എന്ന് പറയുന്ന ഈ വർഷം നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 40,000-ഓളം ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. 10 കോടിയിൽ പരമാണ് ബിസിനസ് സെപ്റ്റംബറിൽ ചെയ്തത്. ഒക്ടോബറിൽ 12.5 കോടിയാണ് ചെയ്തത്. ഈ മാസം അതിലും കടക്കുമെന്നാണ് വിചാരിക്കുന്നത്. 3 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ മോദി കെയറിൽ എല്ലാ മാസവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ വിഷനും ഒരു ഹിസ്റ്ററിയും വലിയൊരു ഓണറും അതുപോലെ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും ആസാദി എന്നുള്ള രീതിയിൽ വാചക വേണ്ടി മാത്രമല്ല, അതിനനുസൃതമായ രീതിയിൽ എല്ലാ ദിവസവും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പിന്ന് മുതൽ പ്ലെയിൻ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ലോകത്തെ ഏറ്റവും മികച്ച 500 കമ്പനികളാക്കി മാറ്റി ഇന്റർനാഷണൽ കമ്പനികൾ, മൾട്ടി നാഷണൽ കമ്പനികളെ വരെ വെല്ലുവിളിക്കാനുള്ള രീതിയിലുള്ള സിസ്റ്റവും പ്രോസസ്സും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അന്തസ്സായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ്, പാരമ്പര്യമുള്ള ഒരു കമ്പനി, ചാരി നിൽക്കാൻ പറ്റുന്നു. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണം ചാരിയാൽ ചാണം മണക്കും. കുറച്ച് കൂടുതൽ പൈസ കിട്ടുന്ന എഴുതി ചാണത്തിന്റെ അടുത്ത് പോയാൽ ചാണം മണക്കും. അവസാനം ആളുകൾ നിങ്ങളെ അടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണിത്. കാരണം ഓരോ ആഴ്ചയും ഓരോ പുതിയ കമ്പനികൾ കൂണ് പോലെ മുളയ്ക്കുന്നുണ്ട്, വെറും പ്രോഫിറ്റിന് വേണ്ടി മാത്രം. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അടിച്ചു കയറ്റിയിട്ട് കുറെ പണം വിതരണം ചെയ്ത് പണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കളിച്ച് പണം കിട്ടാതെ പോകുന്ന 90% ആളുകൾക്ക് മുഴുവൻ നഷ്ടബോധം വരുത്തി വെച്ചുകൊണ്ട് ബന്ധങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ധാരാളം ചപ്പ് ചവറ് കമ്പനികളുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഇത്തരം തട്ടുകടകളിൽ കയറി ഇറങ്ങി കുറച്ച് പഠിക്കുന്നുണ്ട്. നമ്മളെ പോലുള്ള ആളുകളുടെ ചാനലുകളും കാര്യങ്ങളും കണ്ട് കുറെ പേര് വന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആളുകളെ സ്ഥിരമായി നിൽക്കണമെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സർവീസും സേവനം ഒന്നും ഇല്ലെങ്കിൽ, പ്രൊഡക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, അത്തരം സർവീസും പ്രൊഡക്റ്റും സേവനമുള്ള ഒരു കമ്പനിയുടെ ഭാഗമായി മാറിക്കൊണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് 2020 നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും 5 കാറ് വീതം ഇറങ്ങുന്നു. 600 ചില ഉൽപ്പന്നങ്ങളുണ്ട്. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പും കാര്യങ്ങളും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തമായിട്ട് ഒരു വെയർഹൗസ് ഉണ്ട്. മനോഹരമായിട്ടുള്ള മറ്റു ഏത് കമ്പനിക്ക് അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സെന്റർ ഉണ്ട്. ഉൽപ്പന്നങ്ങളുണ്ട്. കളിക്കാനായിട്ട് നിരവധി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലീഡർമാരുണ്ട്. 25 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത എത്ര ലീഡർമാരുണ്ടോ ഏത് മറ്റുള്ള കമ്പനികളിൽ ആലോചിച്ച് നോക്കുക. 25 വർഷം 20 വർഷം 18 വർഷം 15 വർഷം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ലീഡർമാരും 30 കൊല്ലമൊക്കെ വർക്ക് ചെയ്ത മോദി ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ട് ഡെപ്യൂട്ടേഷനിൽ മോദി കെയറിലേക്ക് വന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 30 വർഷം കഴിഞ്ഞ വസന്തിനെ പോലുള്ള എംപ്ലോയീസും എത്ര കമ്പനികളിൽ കാണാൻ കിട്ടും. അതാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മിസ്റ്റർ തോമസ്, EV തോമസ്, സ്ക്രീനിൽ വരയ്ക്കരുത്. അപ്പൊ വിൽ യു വർക്ക് ഫോർ യുവർ റിയൽ വർത്ത്? ഇത് എന്തിനു വേണ്ടിയിട്ടായി പറയുന്നത്? ഈ ഒരു വലിയ റെവല്യൂഷന്റെ ഭാഗമായി മാറാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ റെവല്യൂഷൻ ഇവിടെ നടക്കും. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കഴിയുമ്പോൾ കിണറ് ആവശ്യമുള്ള ദാഹമുള്ള ആളുകൾ കിണറുകൾ കണ്ടെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ 100% ഗ്രോത്ത് ഗ്യാരണ്ടീഡ് ആണ്. അത് പ്രെഡിക്റ്റഡ് ആണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 വർഷം മുമ്പ് 2000 കോടി ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ഇപ്പൊ 18,500 കോടി ആണ് ഇന്നിപ്പോ ഇന്ത്യയിലുള്ളത്. 80 കോടി ഉണ്ടായിരുന്ന മോദി കെയർ അതനുസരിച്ച് 2,500 കോടിയിലേക്ക് എത്തി. 241 രൂപ ഉണ്ടായിരുന്ന എന്റെ വരുമാനം 5 ലക്ഷം കടന്നു. ഇതൊക്കെ ഈ വ്യവസായത്തിന്റെ വളർച്ചയുടെ ഭാഗമായും അതിൽ ഏറ്റവും നന്നായി വളർന്ന മോദി കെയറിന്റെ ഭാഗമായിട്ടും സംഭവിച്ച കാര്യങ്ങളാണ്. മോദി കെയർ എടുത്ത മാറ്റങ്ങൾ, 2015 എടുത്ത മാറ്റങ്ങൾ ഒരിക്കലും വളരെ ഗൗരവത്തോടുകൂടി ഞാൻ കണ്ടു. ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് വന്ന് കയറി എന്നുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചാണ്. ഞാൻ അമാനുഷ്യനായിട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ 25 കൊല്ലം വേണ്ടി വരുമായിരുന്നില്ലല്ലോ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ രക്ഷപ്പെടാനായിട്ട്. കാര്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി കിട്ടിയിരുന്നില്ല. ഏറ്റവും മനോഹരമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ കിട്ടിയ വണ്ടിയാണ് മോദി കെയർ എന്ന് മനസ്സിലാക്കി 5 കൊല്ലം മുമ്പ് ജോയിൻ ചെയ്ത ആളാണ് ഞാൻ.
ഇന്ന് അതുപോലെയുള്ള ഒരു എക്സ്പ്ലോഷന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. 2015 തുടങ്ങിയ ഈ കമ്പനിയും ഈ പ്ലാൻ 2020 ഒക്ടോബറിൽ സമൂലമായ ഒരു പരിവർത്തനം കൂടി നടത്തി കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇനി വെർട്ടിക്കൽ ഗ്രോത്ത് ആണ്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിക്കും 18,500 നിന്ന് 64,500 കോടിയിലേക്കുള്ള വെർട്ടിക്കൽ ഗ്രോത്ത് KPMG പോലെയുള്ള ലോകവ്യാപകമായിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഓഡിറ്റിംഗ് ഏജൻസി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും പ്രമുഖ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് മോദി കെയർ ആയിരിക്കും. 2,500 കോടിയിൽ നിന്നും 10,000 കോടിയിലേക്ക് മോദി കെയർ വളരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും ഞാൻ 5 വർഷം കൊണ്ടാണ് 5 ലക്ഷം കടത്തിയതെങ്കിൽ നിങ്ങൾക്ക് 1-2 കൊല്ലം കൊണ്ട് 5 ലക്ഷം കടത്താം. ഞാൻ 5 വർഷം കൊണ്ടാണ് ഒരു ബെൻസ് വാങ്ങിച്ചതെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷം കൊണ്ട് ബെൻസ് വാങ്ങാം. ഞാൻ 5 വർഷം കൊണ്ടാണ് എന്റെ ഒരു 10,000 പേരുടെ ടീം ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷം കൊണ്ട് അത് ചെയ്യാം. കാരണം അന്ന് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, DP-കൾ ഉണ്ടായിരുന്നില്ല, ആക്സസിബിലിറ്റി ഇല്ല, അഫോർഡബിലിറ്റി ഇല്ല, ഉൽപ്പന്നങ്ങളില്ല, ലോയൽറ്റി പ്രോഗ്രാം ഇല്ല, ഒരു കുന്തവും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങി കാറിന്റെ ഡിക്കിയിലിടുകയും ആളുകളെ കാണുകയും സംസാരിക്കുകയും ഡെമോൺസ്ട്രേഷൻ കൈകൾ കൊണ്ട് ചെയ്ത് മണിക്കൂറുകളോളം എടുത്ത് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് സാധനം കൊടുത്ത് അവന്റെ സാധനം വാങ്ങിച്ച് പണം വാങ്ങിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അത് തിരിച്ച് റീപ്ലനിഷ് ചെയ്ത് ഓഫീസിൽ പോയി തിരിച്ച് സാധനങ്ങൾ ഡിക്കിയിലിട്ട് കൊണ്ടുവന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്താണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. മനസ്സിലാക്കേണ്ടത് ഒരു വർഷം കഴിയുമ്പോഴേക്കും 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉറപ്പാണ് സുഹൃത്തുക്കളെ. അത് ഞാൻ ഉറപ്പ് തരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ 2-3 മണിക്കൂറുകൾ എല്ലാ ദിവസവും ഇവിടെ ഇടുവോ? പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഫുൾ ടൈം ആറ്റിറ്റ്യൂഡിൽ ചെയ്യോ? വിൽ യു ഹെസിറ്റേറ്റ് ടു ബിക്കം എ കോർ മെമ്പർ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്ടഡ് കമ്മ്യൂൺ വിത്ത് മാക്സിമം പ്രൊഫഷണൽസ്? ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിന്റെ ഭാഗമാണ് നിങ്ങൾ. പ്രൊഫഷണൽസ്, ടീമുകളെ ഡീൽ ചെയ്ത് വർഷങ്ങളോളം പരിചയമുള്ള ആളുകൾ. 22ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയതാ ഞാനൊക്കെ ടീമിനെ ഡീൽ ചെയ്ത് തുടങ്ങിയതാ. 22 years, 23 years I have been working with teams and I have worked with lakhs of people. ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കുറച്ച് നല്ല സുമനസ്സുകളെ കണക്ട് ചെയ്യാനായിട്ട് എത്രയോ എളുപ്പമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ഒരു മിടുമിടുക്കനാവണമെങ്കിൽ നിങ്ങൾക്ക് 6 അടിക്കണമെങ്കിൽ, കാരണം ഇതിപ്പോ 2020 പറ്റിയ പിച്ചായി മാറി. 1996 തുടങ്ങി ഈ കമ്പനി 2015 വരെ ടെസ്റ്റ് മാച്ചാണ് കളിച്ചതെങ്കിൽ 2015 മുതൽ 2020 വരെ വൺ ഡേ ആയിരുന്നെങ്കിൽ 2020 മുതൽ ഇനി കളിക്കാൻ പോകുന്നത് 2020 മാച്ചാണ്. 2020 മാച്ചിൽ 6 അടിക്കുന്നവനാണ് കൂടുതൽ സ്കോർ ചെയ്യുക. എവറി ബോൾ ഹാസ് ടു ബി എ 6. ഇവിടുത്തെ 6 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന്, മാക്സിമം മീറ്റിംഗും ട്രെയിനിങ്ങും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും വരാത്ത ആളുകളെ വിഷം പോലെ വർജിക്കുക. വിഷം പോലെ, ജസ്റ്റ് ലൈക്ക് പോയ്സൺ. വൈകുന്നേരത്തെ നിങ്ങളുടെ ബഡ്ഡി മീറ്റിംഗ്സിന് നിങ്ങളുടെ മുഖം പോലും കാണിക്കാൻ പറ്റാതെ അവന് 2ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ പ്രയോറിറ്റിയാണ് ഈ ബിസിനസ് എങ്കിൽ അവന്റെ ജീവിതം മാറി മറിയാൻ പോകുന്ന ഒരു ബിസിനസ്, അല്ലാണ്ട് വെറും കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടല്ല. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി വന്ന ഒരുത്തൻ മീറ്റിംഗും ട്രെയിനിങ്ങും നിരന്തരമായി മിസ് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് മിസ്. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. യു ഷുഡ് ഏൺ their time. Ask them to go out of the system. സ്ഥിരമായി മീറ്റിംഗും ട്രെയിനിങ്ങും വരുന്നവരെ മാത്രം നോട്ട് ചെയ്ത് വെക്കുക, അവരുടെ സപ്പോർട്ട് ചെയ്യുക, കാരണം അവരുടെ ശീലങ്ങളിലേക്ക് അത് വന്നിട്ടുണ്ട്. ആൻഡ് സറണ്ടർ ടു ദ സിസ്റ്റം. ഈഗോ മടക്കി പോക്കറ്റിലിട്ട് ഈ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് വരിക. കാരണം നമുക്കിനി ട്രയൽ ആൻഡ് എറർ നടത്തേണ്ട കാര്യമില്ല. കാലങ്ങളായിട്ട് ട്രയൽ ആൻഡ് എറർ നടത്തി നമ്മളൊക്കെ സക്സസ്ഫുൾ ആണ്. നമ്മൾ ഓടിക്കുന്ന രീതിയിൽ തന്നെ വണ്ടിയിൽ കയറിയിരുന്ന് കൃത്യമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ കഴിയുന്നവരെ ഐഡന്റിഫൈ ചെയ്യുക, അത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുക. ഉള്ള കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആൻഡ് എവറി ഡേ 1 presentation is a must. അത് സൂം വഴിയാകാം, ഫോൺ വഴിയാകാം, വാട്ട് എവർ വേ, നിങ്ങൾ ഒരു പ്രസന്റേഷൻ എവറി ഡേ ചെയ്തിരിക്കണം. ഒരാളുടെയെങ്കിലും പേര് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കണം. അതാണ് 4ാമത്തെ കാര്യം. എല്ലാ ആഴ്ചയും ഒരു പേഴ്സണൽ സ്പോൺസറിംഗ് എങ്കിലും നടത്തിയിരിക്കണം. എല്ലാ ദിവസവും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. രാവിലെ ഞാനൊക്കെ തുടങ്ങുന്നത് തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ട്, എന്നിട്ട് പല്ല് പോലും തേക്കുള്ളൂ. അങ്ങനെ ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ വി ആർ എ സ്ട്രൈക്കിംഗ് ഗൈ, വി ആർ എ സൂപ്പർ സ്റ്റാർ. നമ്മൾ തുടങ്ങുന്നത് തന്നെ തീരുമാനം ഉറപ്പിച്ചിട്ടാണ്, കാര്യങ്ങൾ പഠിച്ചിട്ടാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പരിഭ്രമം ഉണ്ടാവില്ല. സ്ഥിരം പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം സ്റ്റേജിൽ നിന്ന് പറയാൻ ഒരു വിഷമം ഉണ്ടാവില്ല. ഇഫ് യു പ്രാക്ടീസ് ദ സ്പീച്ച്, ഇഫ് യു പ്രാക്ടീസ് ഇറ്റ് പ്രോപ്പർലി, നിങ്ങൾക്ക് നോളജ് ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ you will be very very happy and you will be very very confident. ഇന്നിപ്പോ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും സമൂഹത്തിലെ 100 കണക്കിന് നെറ്റ്വർക്കേഴ്സിനേക്കാൾ കൂടുതൽ വിവരം ഉണ്ടാവും. 100% ഉറപ്പാണ്. അതിനൊരു ക്ഷമ കാണിക്കണം. ഇവിടെ പകുതി മാന്തി, അവിടെ പകുതി മാന്തി, അവിടെ സിസ്റ്റത്തിൽ കുറച്ചിരുന്ന് ഇവിടെ കുറച്ച് സിസ്റ്റത്തിൽ ഇരുന്ന് ഷോപ്പ് ചെയ്യാൻ നടക്കരുത്. ഗുരു ഷോപ്പിംഗ് പരിപാടിയല്ല.
കോച്ച് ഷോപ്പിംഗ് പരിപാടിയല്ല. ഏതെങ്കിലും സിസ്റ്റത്തിൽ 100% ഇരിക്കുക. നിങ്ങൾ അംബാസഡർ കാറിന്റെ ബോണറ്റ് എടുത്തു, അത് കഴിഞ്ഞ് നിങ്ങൾ ബെൻസിന്റെ ടയർ എടുത്തു, അത് കഴിഞ്ഞ് നിങ്ങൾ പോയി ഷെവർലയുടെ എഞ്ചിൻ എടുത്തു, ഇങ്ങനെ പല സാധനങ്ങൾ എടുത്തിട്ട് ഓടിക്കാൻ നടന്നാൽ ആ വണ്ടി ഓടില്ല. കാരണം അതിന്റെ ഇക്കോ സിസ്റ്റം ഡിഫറെന്റ് ആണ്, അതിന്റെ കൾച്ചർ വേറെയാണ്, അതിന്റെ സിസ്റ്റം വേറെയാണ്, അതിന്റെ മെക്കാനിസം വേറെയാണ്. സോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 100% സറണ്ടർ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് നിന്ന് അതിൽ മുൻകൈ എടുത്ത് അതിൽ ആധികാരികത കൊണ്ടുവന്ന് അതിൽ നിങ്ങളുടെ ഓണർഷിപ്പ് എടുത്ത് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് അർജൻസി വേണം, സ്പീഡ് വേണം, എക്സ്പയറി ഓഫ് ദ കറന്റ് പൊസിഷൻ. ഇപ്പൊ നിങ്ങൾ 7-ലാണെങ്കിൽ 10-ലെത്താൻ വ്യഗ്രത വേണം, 10-ലാണെങ്കിൽ 13-ലെത്താൻ വ്യഗ്രത വേണം, 13-ലാണെങ്കിൽ 15-ലും 16-ലെത്താൻ വ്യഗ്രത വേണം. ഡയറക്ടർ ആണെങ്കിൽ സീനിയർ ഡയറക്ടർ ആവണം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണം, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണം, പ്ലാറ്റിനം ആവണം, ക്രൗൺ ആവണം, RBD ആവണം, GBD ആവണം. യു ഹാവ് ടു സേ മതി, മടുത്തു, മതി, ഈ റാങ്കിൽ മതി, ഇനഫ് ഇസ് ഇനഫ്. അതിനൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കണം. ഇരുന്നിരിക്കല്ല. ഡയറക്ടർ 5 കൊല്ലം, അത് കഴിഞ്ഞ് സീനിയർ ഡയറക്ടർ 15 കൊല്ലം, അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ 25 കൊല്ലം. ചോദിക്കുമ്പോ വന്നിട്ട് 50 കൊല്ലായി, എന്നിട്ട് എന്റെ ഇവിടെ അതങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ നാണക്കേടാണ്, മാനക്കേടാണ്. ടേക്ക് ഓഫ് ചെയ്യണം, സ്പീഡ് വേണം, അർജൻസി വേണം. ആ അർജൻസിക്ക് സ്പീഡിന് ഇവിടെ വിലയുണ്ട്. കാരണം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് മിനിമം മൊമെന്റ് ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് വെരി 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 ക്രിട്ടിക്കൽ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രസന്റേഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. കാരണം ഇന്ന് വരാത്ത ആളുകൾക്ക് നഷ്ടം ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ ട്രെയിനിങ്ങിന് വരാനായിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ. സോ ഐ ആം സ്റ്റോപ്പിംഗ് ദി ഷെയറിംഗ്. നൗ ലെറ്റ് us see. ബാക്കി 88 ആളുകൾക്കും വേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പ്രത്യേകിച്ച് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇനി കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്ക് പാൽപ്പായസായിരിക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് ഇതാണ്: റൈറ്റ് വേസ് ടു അപ്രോച്ച് യുവർ ലിസ്റ്റ് ഫോർ എക്സലന്റ് റിസൾട്ട്സ്. മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ അപ്രോച്ച് ചെയ്യാം, നിങ്ങളുടെ ലിസ്റ്റിലുള്ള പ്രോസ്പെക്ട്സിനെ മെച്ചപ്പെട്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടാനായി എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ആ ടോപ്പിക്കില് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങള് തുടക്കം തന്നെ ഈ ലിസ്റ്റിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും പ്രധാനമായും 4 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, 25-നും 55-നും ഇടയ്ക്ക് പ്രായം, ഏണിംഗ് ആയിരിക്കണം, മേടിക്കുന്ന അതായത് എന്തെങ്കിലും വരുമാനമുള്ള ആളായിരിക്കണം, കല്യാണം കഴിഞ്ഞ ആളായിരിക്കണം, എന്തൂസിയാസം ഉള്ള ആളായിരിക്കണം. ഈ 4 കാര്യങ്ങളും എല്ലാം 4ഉം ഉള്ള ആളുകളെ റൗണ്ട് ചെയ്ത് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് മനസ്സിലുണ്ടാവണം. അതിന്റെ കൂടെ തന്നെ ഒരു കാറ്റഗറി കൂടി ഞാൻ പറയാൻ പോവാണ്. എന്താ ഞാൻ പറഞ്ഞത്? 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊന്ന് പ്രായം അനുസരിച്ച്, ഒന്ന് എന്തൂസിയാസം ഉത്സാഹം അനുസരിച്ച്. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഒരു ടിക്ക് കൊടുക്കണം, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ 4ാമത് പറഞ്ഞിരുന്നത് എന്തെങ്കിലും വരുമാനം വേണം. പ്രായം 25-നും 55-നും ഇടയിലാണെങ്കിൽ നല്ലത്. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ 4 ടിക്കുള്ളവരെയും മാർക്ക് ചെയ്ത് കൂടണം. അത് കൂടാതെ ഈ ആളുകളെ പ്രധാനമായും നമ്മൾ 3 ആയിട്ട് തിരിക്കണം. വേറെ തരത്തിൽ. എങ്ങനെ? ഹോട്ട്, വാം ആൻഡ് കോൾഡ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഹോട്ട്, ചൂടായിട്ടുള്ള ആൾക്കാർ, ഹോട്ട്. രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ സെറ്റ് എന്താണ്? വാം, കുറച്ച് ഊഷ്മളമായിട്ടുള്ളത്. മറ്റത് ഹോട്ടാണ്, ഇത് ഊഷ്മളമായിട്ടുള്ളത്. മറ്റത് കോൾഡ്. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം വിശദമാക്കാം. അത് കഴിഞ്ഞ് അപ്രോച്ചുകൾ പറയാം. 7 അപ്രോച്ചുകളാണുള്ളത്. ആദ്യം ഈ 3 കാറ്റഗറി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹോട്ട് എന്ന് പറയുന്ന കേസ്, ഹോട്ട്, ചൂടുള്ള ഹോട്ട് കേസുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് അപ്പനെ അമ്മയും വിളിച്ചാൽ പോലും അവൻ നമ്മുടെ കൂട്ടായി ഉണ്ടാവും, നമ്മുടെ കട്ട, നമ്മുടെ ചങ്ക് ബ്രോ. നമുക്ക് എന്ത് കാര്യം വന്നാലും വിളിക്കാവുന്ന, നമുക്കൊരു പ്രശ്നം വന്നാൽ പാതിരാത്രിക്ക് പോലും വിളിച്ച് ആവശ്യപ്പെടാം. നീ ഒന്ന് വരണം, അങ്കമാലിൽ വരണം, ഞാൻ ഇവിടെ രാത്രി 12:30 നിൽക്കുകയാണ്, എനിക്ക് വണ്ടിയില്ല, നീ ഒന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ വന്ന് കൊണ്ടുപോകാനുള്ള ബന്ധമുള്ള ആളുകൾ. വെരി ഹോട്ട്. അത് ബന്ധമാവാം, അത് ഫ്രണ്ട് ആവാം, റിലേറ്റീവ് ആവാം, അക്വൈൻറ്റന്റ് ആവാം, എന്തുവാണോ. മിക്കവാറും പേരുടെ ജീവിതത്തിൽ ഒരു 20 മുതൽ 40 പേര് വരെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ. ഒരു 20 മുതൽ 40 പേര് വരെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ഈ ചിഹ്നം തരാം. നമുക്കിത് ട്രെയിനിങ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇങ്ങനെ ഒരു ചിഹ്നം തരണം.
ഓക്കെ ഫൈൻ, മിക്കവാറും പേരുടെ അടുത്ത് നിന്ന് കിട്ടി. ഓക്കെ, സോ ഹോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മള് ആദ്യം കാണേണ്ടത് ഈ ഹോട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതിന്റെ കാരണങ്ങൾ നിങ്ങൾ തന്നെ ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പലരും ഹോട്ട് പിന്നെ ആവാം, നമുക്ക് ബെൻസ് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അളിയനോട് പറയാം അല്ലെങ്കിൽ അളിയൻ കയറില്ല, ഞാൻ ജയിച്ച് വളർന്ന് വലുതായി ഉണ്ടയായി വന്നു കഴിയുമ്പോൾ മാത്രമേ ഞാൻ അളിയനോട് പറയുള്ളൂ എന്ന് പറയരുത്. അല്ലെങ്കിൽ അളിയനെ വേറെ ആമ്പിള്ളേർ കൊണ്ടുപോകും. അതുകൊണ്ടാ പറഞ്ഞു, അളിയൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ല, നിങ്ങൾ വന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല. അളിയന്റെ സുഹൃത്ത് അളിയനെയും കൊണ്ടുപോകും. എന്നിട്ട് അവസാനം അളിയൻ സ്റ്റേജിൽ കയറി നിന്ന് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ടർ ആവുമ്പോൾ നിങ്ങൾ അവിടെ താഴെ നിന്ന് ഡയറക്ടറായിട്ട് കൈകൊട്ടി കളിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഹോട്ട് ആയിട്ടുള്ള ആളുകളെയാണ് ആദ്യം കാണേണ്ടത്. അതിന് കാരണം, ഒന്ന്, അവര് നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും അവരുടെ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് പോണത്. നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നേച്ചർ അവരുടെ നേച്ചറും കണക്റ്റഡ് ആവും. ഒരേ തൂവൽ പക്ഷി ആയതുകൊണ്ടാണ് അവൻ ചങ്ക് ബ്രോ ആയത്. അല്ലെങ്കിൽ ഒരുമിച്ച് കള്ളുപിടിക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യണ്ടാവും. ഈ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. ഹോട്ടായിട്ടുള്ള ആളുകളെ വേണം ആദ്യം കണ്ടുപിടങ്ങാൻ. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഇതൊക്കെ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യൂല, ഇല്ലെങ്കിൽ ആ ലോജിക്ക് നിങ്ങളുടെ തലയിൽ കയറില്ല. അതിന് പകരം ഇമോഷണൽ ആയിട്ട് ഞാൻ ആയതിനു ശേഷം പോവാൻ സാറേ, ഞാനൊരു ഡയറക്ടറെങ്കിലും ആയിട്ട് പോവാൻ സാറേ എന്ന് പറയും. അത് പറയരുത്, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ആളുകളൊക്കെ ഇതിനോടകം കേരളത്തിലാണ് അവരെങ്കിൽ അല്ലെങ്കിൽ പുറത്തുള്ളതാണെങ്കിൽ 90% ആൾക്കാരും, ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ 99% ആൾക്കാരും എന്തെങ്കിലുമൊക്കെ MLF-നെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ MLM-നെ കുറിച്ച് കേട്ട് കാണും. പക്ഷെ നിങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ അവരത് ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ. അതുവരെ ഒരു ഉൽപ്പന്നം മേടിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്റെ സുപ്പീരിയർ ചിലപ്പോൾ ബോസ് ഏതെങ്കിലും നെറ്റ്വർക്കിൽ കയറിയിട്ടുണ്ടാവും, ബോസിന്റെ ഭാര്യ കയറിയിട്ട് ചാരാൻ പറഞ്ഞപ്പോ ഇയാളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി വെറുതെ ID പ്രൂഫ് കൊടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടാവും. സീരിയസ് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ പലതും കേട്ട് കാണും, പക്ഷെ നിങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ മാത്രം അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഹോട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടക്കകാലത്ത് നിങ്ങളുടെ ഒരു ഉൽപ്പന്നം മേടിക്കാൻ തയ്യാറായാൽ പോലും നിങ്ങളുടെ കോൺഫിഡൻസ് 1000 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ അവസരം ആഗ്രഹമില്ലെങ്കിൽ ഒരു ഉൽപ്പന്നം, ഒരു സോപ്പോ പേരും അവർ വാങ്ങാൻ തയ്യാറാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മൂന്നാമത്തെ റീസൺ അതാണ്. തേർഡ് റീസൺ, അവര് അവസരം വേണ്ടെങ്കിൽ പോലും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാവും. നിങ്ങളുടെ ആ 100 PV-യുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് അത് വളരെ സഹായിക്കും. നാലാമത്തെ കാര്യം, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്. എടാ നാളെ ഞാൻ വരുന്നുണ്ട്, എടി ഞാൻ നാളെ വരുന്നുണ്ട്, നാളെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഞാൻ ഉണ്ടാവും കേട്ടോ, കുറെ ദിവസമായി കണ്ടിട്ട് ഞാൻ അവിടെ വരുന്നുണ്ട് ഉച്ചയ്ക്ക്. അപ്പോയിന്റ്മെന്റ് ഒരു വിഷയമല്ല, അവർ കാത്തിരിക്കും. അവർക്ക് നിങ്ങളെ പറ്റി വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ എത്ര കാരണങ്ങൾ പറഞ്ഞു? കൈകൊണ്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഗുഡ്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടെന്ന് പറയണല്ലോ. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. റിജു 3 എത്തി. 4 പറഞ്ഞു കഴിഞ്ഞു റിജു. ആദ്യം അവര് വളരെ ക്ലോസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞ ഒന്നാമത്തെ റീസൺ. 2, പലതും കേട്ട് കാണുന്നുള്ള രണ്ടാമത്തെ റീസൺ. പക്ഷെ നിങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സീരിയസ് ആവുള്ളൂ, അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, അവസരം വേണ്ടെങ്കിലും അവർ പ്രൊഡക്റ്റ് എടുക്കും. 4ാമത്തെ റീസൺ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ എളുപ്പമാണ്. 5ാമത്തെ റീസൺ, നിങ്ങളെ വിഷമിപ്പിക്കണ വൃത്തികെട്ട ചോദ്യങ്ങള് ഈ പീസുകൾ ചോദിക്കില്ല. എന്തായടാ നിന്റെ വരുമാനം, നിന്റെ റാങ്ക് ഏതാടാ, നീ എത്ര കാലമായി ഇറങ്ങിയോണ്ട് നടക്കണോ, എവിടെടാ തെളിവ്, ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യം ഇവൻ ചോദിക്കില്ല. കാരണം അവർക്ക് ബേസിക്കലി നിങ്ങളെ ഇഷ്ടമാണ്. ദേ ലൈക്ക് യു, ദേ ലവ് യു, ദേ വാണ്ട് യുവർ ഗ്രോത്ത്. അപ്പൊ ചൊറിയണ കുറെ ചോദ്യങ്ങൾ തുടക്കം തന്നെ ചോദിച്ച് നിങ്ങളെ കറക്കി എടുക്കില്ല. അവര് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കില്ല. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ
നിങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഇവരായിരിക്കണം. കാരണം ഈ ആളുകളായിരിക്കും പ്രോബബിളി ഇതില് ഒരു 20 or 40 ആൾക്കാരുണ്ടെങ്കിൽ ആ ആൾക്കാരുമായിരിക്കും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുള്ളത് കൊണ്ട്, ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതുകൊണ്ട് അവരുമായിട്ടാണ് നിങ്ങൾ ഇനി കപ്പലുകളിൽ യാത്ര ചെയ്യേണ്ടത്, വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടത്, ഒരുമിച്ച് അന്തി ഉറങ്ങേണ്ടത്, നിങ്ങളുടെ വീട്ടിലും അവരുടെ വീട് ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഈ ബിസിനസ്സിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ തന്നെ ഫ്രണ്ട് റണ്ണേഴ്സ് ആക്കി കിട്ടുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ, നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ, അത് ആ ആൾക്കാരെ തന്നെയാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ബിസിനസ്സിലും കിട്ടേണ്ടത് എന്നുള്ളതാണ്. ആലോചിക്കണം, നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പോകാനുള്ളതാണ്, അവരുടെ അടുത്ത തലമുറയ്ക്ക് പോകാനുള്ളതാണ്. ഒരു തലമുറകൾ തോറും കടക്കുന്ന ഒരു വലിയ വലിയ അന്തരീക്ഷം സൃഷ്ടിക്കാന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ തന്നെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് മനസ്സിലാക്കുക. അതാണ് വാം സർക്കിൾ. ഈ 6 പോയിന്റുകൾ വളരെ ശ്രദ്ധിക്കണം. വാം സർക്കിൾ അല്ല, ഹോട്ട് സർക്കിൾ, സോറി, ഹോട്ട് സർക്കിൾ. ഹോട്ട് സർക്കിൾ, ഹോട്ട് തീരണം. ഹോട്ടില് 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കൊരു പ്രചോദനമാണ്. അവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നില്ല. ആ ആളുകൾക്ക് വേണ്ടി ചത്താലും നിങ്ങൾക്ക് ക്ഷീണം തോന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാൻ നോക്കണം. സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കണം. പലരും അവനവന് വേണ്ടി പണിയില്ല, വല്ലവനും വേണ്ടി പണിയാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു പീസ, അതുകൊണ്ടാ പറയുന്നത്. വല്ലവനും വേണ്ടി പണിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാ, അവനവന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കാ. അങ്ങനെ ഒരു രീതിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. എം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ ഷർട്ട് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്താക്കും, ടെർമിനേറ്റ് ചെയ്യും, ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഷർട്ട് ഇട്ടിട്ട് വന്നിരിക്കണം. എം എന്ന് പറഞ്ഞ് മൊബൈലിൽ കയറിയിട്ടുള്ള ആള്. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. വാം കാറ്റഗറി. എന്താണ് ഈ വാം കാറ്റഗറി? വാം കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷെ രാത്രി പാതിരക്കൊന്നും കയറി വിളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഒരുപക്ഷെ കല്യാണങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, പാർട്ടികളിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഒരു സമാഗമം മീറ്റിങ്ങുകളിൽ കണ്ടിട്ടുണ്ടാവും, ഓഫീസ് സെറ്റപ്പിലും എൻവയോൺമെന്റിലും നിങ്ങളുടെ നാട്ടിലെ ചിലപ്പോ അസോസിയേഷന്റെ മീറ്റിങ്ങുകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ രാത്രി 12 മണിക്ക് വിളിക്കാനോ എടാ പോടാ റിലേഷനോ എടി പൊടി റിലേഷനോ ഒന്നും ഉണ്ടാവില്ല അവരുമായിട്ട്. അങ്ങനെയുള്ള ആളുകള് വാം സർക്കിളിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരാണ് നിങ്ങളുടെ ബാച്ച് 2, രണ്ടാമത്തെ ബാച്ച്. ബാച്ച് 1 കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ ബാച്ച്. അത് ഫംഗ്ഷനിൽ കാണാം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ എത്ര പേരുണ്ടാവും? ഇങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 പേരുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 400 പേരെങ്കിലും അല്ലെങ്കിൽ 450, 500 പേരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഈ ആളുകൾ അവിടെ നിൽക്കട്ടെ, ഓരോരുത്തരുടെയും അപ്രോച്ച് ഞാൻ പറഞ്ഞു തരാം, അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കാറ്റഗറി അപ്പൊ എന്തായിരിക്കും? ഈ ആദ്യത്തെ 2ലും പെടാത്ത ആൾക്കാരൊക്കെ 3ലാ, അങ്ങനെ വിചാരിച്ചാൽ മതി. ആദ്യത്തെ 2ലും പെടാത്ത ആൾക്കാർ, അതായത് ഒന്നുപോലെ എടാ പോടാ റിലേഷൻ അല്ലെങ്കിൽ പരസ്പരം അറിയാം, ആ റിലേഷൻ, ഈ 2ഉം ഇല്ലാത്ത കേസൊക്കെ നമ്മുടെ കോൾഡ് കാറ്റഗറിയാണ്, തണുത്ത കാറ്റഗറിയാണ്. വെരി കൂൾ, വളരെ കൂൾ, തണുത്തുറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇനി പറയാൻ പോവാണ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ നിങ്ങൾ ബിസിനസ് പറയാൻ പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കണം. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ആദ്യം കസേരയിൽ കൊണ്ടിരുത്താതെ നിങ്ങൾ ഇനി ബിസിനസ് പറയില്ല എന്ന് തീരുമാനിക്കണം. അല്ലാണ്ട് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഹലോ മിസ്റ്റർ, മറ്റേ ജോസ് പ്രകാശ് പറയണ പോലെ ഹലോ മിസ്റ്റർ ഡിങ്സോൽപ്പ, എന്റെ കാർഡ് പിടിക്കൂ, നമുക്ക് ഷാൽ വി ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്, നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ കുറച്ചു നേരത്തേക്ക് ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങരുത്, പേടിപ്പിക്കരുത്. റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനുശേഷം മാത്രം ബിസിനസ് പറയുക, ഇത് തീരുമാനിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഹോട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് തരും. വാം സർക്കിളിലുള്ള ആളുകളെ അവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുക, അവരെ കുറച്ചും കൂടി ഊഷ്മളമാക്കുക. വാമിലുള്ള ആളുകളെ ഹോട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഹോട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഹോട്ടിലുള്ള ആളുകളെ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാം സർക്കിളിലുള്ള ആളുകളെ ഹോട്ടിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നോക്കുക.
എന്നിട്ട് മാത്രമേ ബിസിനസ് പറയാവൂ. ബിസിനസ് പറയേണ്ടത് ഹോട്ടിലുള്ള ആളുകളോടും ഹോട്ടിന്റെ ഹോട്ടുകളോടും. ക്ലിയർ ആയില്ലോ? ആർ യു ഗെറ്റിംഗ് മീ? ക്ലിയർ ആയെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഹോട്ടുകളോടും ഹോട്ടുകളുടെ ഹോട്ടുകളോടും ഹോട്ടുകളുടെ ഹോട്ടുകളുടെ ഹോട്ടുകളോടും ഹോട്ടുകളുടെ 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 ഹോട്ടുകളോടും ഹോട്ടുകളുടെ 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 ഹോട്ടുകളോടും മാത്രമേ സംസാരിച്ചു പോകാവൂ. വാമിലുള്ള നമ്മുടെ ആൾക്കാരെ നമ്മൾ വിളിക്കും, വർത്തമാനം പറയും. ആദ്യത്തെ തവണ തന്നെ ചാടി വീഴരുത്. റിലേഷൻഷിപ്പ് പതുക്കെ കേട്ടണം. ചില കേസുകളിൽ സ്പീഡിൽ വരും. എത്ര കാലായിടാ കണ്ടിട്ട് എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നു നിന്നെ എന്ന് പറഞ്ഞ് നോക്കിയ എന്റെ സ്ക്രീനിലേക്ക് നോക്കിയേ, നിന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നോടാ ഒരു കാര്യം പറയാനായിട്ട്, അടിപൊളി ഒരു കാര്യം വന്നിട്ടോ. ഞാൻ ചെയ്യരുത്. അവനുമായിട്ടിരിക്കുക, വർത്തമാനം പറയാ, മോളെവിടെ പഠിക്കണം, എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ശീലം കുറെ മാറാനുണ്ടപ്പാ, നിങ്ങൾ കുറെ പൊട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറെ പൊട്ടാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ കുറെ സംസാരിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം. റിലേഷൻഷിപ്പിന്റെ നമ്പറുകൾ കേട്ടണം. വാമിലുള്ളവനെ ഹോട്ടിലെത്തിക്കണം. ചില ആൾക്കാർ സ്പീഡിൽ ഹോട്ടിലേക്ക് വരണം കാണാം. ചില ആളുകൾ കുറച്ചേ എത്തുള്ളൂ. ചില ആളുകൾ ഒരിക്കലും എത്തില്ല. സാരമില്ല, സാരമില്ല. ഇതപ്പൊ തന്നെ ഒന്ന് പറയണം. അർജുന്റെ അടുത്ത് നിന്ന് ഒരു കമന്റ് വന്നു, ഇന്ന് ഒരെണ്ണം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, ചീറ്റിപ്പോവൽ ഇതിനകത്ത് സാധാരണമാണ് അർജുൻ മോനെ, നോ പ്രോബ്ലം. ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യം റിലേഷൻഷിപ്പിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ പഠിപ്പിക്കുന്ന ഇവിടെ മോദി കെയറിന്റെ കോണ്ടെക്സ്റ്റിൽ പോകേണ്ട കാര്യങ്ങളാണ്. 100 PVയുടെ കാര്യങ്ങൾ പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 7ലേക്ക് വന്നിട്ടില്ല, 7 കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. ഞാൻ അതിന്റെ മുമ്പിൽ ഒരു കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വാം സർക്കിളിലുള്ള ആളുകളെ ഹോട്ടിലേക്ക് എത്തിക്കുക. കോൾഡിലുള്ള ആൾക്കാരെ പതുക്കെ വിളിച്ച് അവരെ വാമിലേക്ക് എത്തിക്കുക. ഇത് സുഖമായിട്ട് സംഭവിക്കും, ഒരു സംശയം വേണ്ട. ആദ്യത്തെ മീറ്റിംഗിൽ ബിസിനസ് പറയില്ല എന്ന് തീരുമാനം എടുക്കണം. അതാണ് ആദ്യം വേണ്ടത്. അപ്പൊ കൂടുതൽ മീറ്റിങ്ങുകൾക്ക് നിങ്ങൾ തയ്യാറാവണം. ഫസ്റ്റ് മീറ്റിംഗിൽ നിങ്ങൾ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. എന്നിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. നമുക്ക് 7 അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വന്നില്ലേ? ഒരു ഏതാണ്ട് ഒരു ഐഡിയ വന്നില്ലേ മനസ്സിൽ, എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകേണ്ടതെന്ന്? ഓക്കെ, ഇനി നമുക്ക് 7 അപ്രോച്ചുകളുണ്ട്. ഈ 7 അപ്രോച്ചുകളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ 7 അപ്രോച്ചുകൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുന്നു. ഈ ബിസിനസ് 100% സത്യമാണ്, ഞാൻ സത്യമാണ്. ഈ 2 കാര്യങ്ങളും നമ്മൾ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ സംശയം ഉണ്ടാവരുത് മുഖത്ത്, കാരണം നമ്മൾ തീരുമാനിച്ച് ഇറങ്ങാണ്. അല്ലാതെ ഞാനൊന്ന് നോക്കട്ടെ, 1-2 പേരോട് പറഞ്ഞു നോക്കട്ടെ, അത് നടക്കുമെങ്കിൽ നടക്കട്ടെ, അത് പറ്റുമോ, ഇത് പറ്റുമോ, അവനോട് പറയണോ, ഇതിനോട് പറയണോ, ഇത്തരത്തിലുള്ള കളിയില്ല. ഇത് ബിസിനസ് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നണില്ലെങ്കിൽ ഇന്ന് നിർത്തി പോവാ. ബിസിനസ് നല്ലതാണ്, മോദി കെയർ നല്ലതാണ്, ബിസിനസ് നല്ലതാണ്, ഈ കമ്മ്യൂൺ നല്ലതാണ്, ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്. ഇത് ഈ അവസരം പറയാതിരിക്കുന്നതാണ് തെറ്റ്. ഞാൻ പറയാതിരുന്നില്ലെങ്കിൽ അത് ഞാൻ അവരോട് ചെയ്യുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാനത് പറയാതിരിക്കുന്ന തെറ്റെന്നുള്ള ധാരണ ഉണ്ടാക്കണം. അതുണ്ടായില്ലെങ്കിൽ ഈ പരിപാടി ചെയ്യരുത്, നിർത്തിപ്പൊക്കൊള്ളണം. ഇറങ്ങി തിരിച്ച് വൃത്തിയായിട്ടും വഷളാക്കരുത് ബന്ധങ്ങള്. ഒരു മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 തരത്തിൽ മീറ്റിംഗ് ബിഫോർ ദ മീറ്റിംഗ് നടത്താം. കോൾഡിന്റെ അടുത്തും വാമിന്റെ അടുത്തും. ഹോട്ടിന്റെ അടുത്ത് വേണ്ട. ഹോട്ടിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തകർക്കണം. പറഞ്ഞ മനസ്സിലായോ? ഹോട്ടിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സാധനം എന്ത് പറഞ്ഞിട്ടാ കണ്ടെന്നൊന്നും വിഷയമല്ല, തകർത്ത് തരിപ്പണാക്കണം. അടിപൊളി പ്രസന്റേഷൻ ആയിരിക്കണം, എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ഉള്ള അപ്രോച്ചിന്റെ കൂടാതെ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 50 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആണ്, വീഡിയോ അയച്ചു കൊടുക്കലാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ള ഫിസിക്കൽ അപ്രോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. മാസ്കുമായിട്ട് പോകേണ്ട കേസുകളാണ് ഈ പറയുന്നത് മുഴുവൻ. അപ്പൊ അവിടെ ഹോട്ടിന്റെ അടുത്ത് അടിപൊളിയാവാം, വാമിന്റെ അടുത്തും കോൾഡിന്റെ അടുത്തും നമ്മൾ ഇരിക്കുമ്പോ 2 തരത്തിൽ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ഒരു റൂട്ട് ഇതാണ് എഴുതി വെക്കണം. റൂട്ട് 1 ലൈഫ് ഡ്രീംസിനെ കുറിച്ച് പറയാം, ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയാം, പാഷൻ, ഒരു പാസീവ് ഇൻകത്തെ കുറിച്ച് പറയാം, നിങ്ങളുടെ പാഷനെ കുറിച്ച് പറയാം, കാറുകള്, ഫിനാൻഷ്യൽ ഫ്രീഡം, ഏർലി റിട്ടയർമെന്റ്,
50 കൊല്ലത്തെ പണി 5 കൊല്ലം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ്, ആസ്പിറേഷൻസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാവുന്ന ഒരു ലൈനിൽ സംസാരിക്കുക. ഇതാണ് അതിന്റെ ഒരു റൂട്ട്. ക്ലിയർ ആയോ? ഒരു റൂട്ട് ഇതാണ്. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത്, ഇന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. അവരുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ് പറയരുത്, ഒരു കാരണവശാലും ബിസിനസ് പറയരുത്. രണ്ടാമത്തെ റൂട്ട് പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. എന്തൊക്കെയാണ് പ്രശ്നങ്ങള്? പെട്രോളിന്റെ വില കൂടുന്നു, ഡീസലിന്റെ വില കൂടുന്നു, കുട്ടികളെ പഠിപ്പിക്കേണ്ട എക്സ്പെൻസ് കൂടുന്നു, വരുമാനം മതിയാവാതെ വരുന്നു. ഇങ്ങനെ പണപ്പെരുപ്പം കൂടിക്കഴിഞ്ഞാൽ എവിടെ എത്താനാണ് കാര്യങ്ങൾ? ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, കൊറോണ, അതുണ്ടാക്കിയ അപകടങ്ങള്, ബിസിനസ്സിലുള്ള കുറവ്, വരുമാനത്തിലുള്ള കുറവ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എന്നിട്ട് നമ്മൾ പറയണം, നമുക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് മിക്കവാറും ഉള്ളത്, നിങ്ങൾക്കൊക്കെ പിന്നെ കുഴപ്പമില്ല, നല്ല ജോലി ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലെ, നടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെയൊക്കെ ബിസിനസ് അടിപൊളിയായിട്ട് പോകണ്ടല്ലേ, നടിക്കാം. എന്ത് സംഭവിക്കും? എന്റെ പൊന്ന് വിനോദിന് തോന്നണതാണെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ അങ്ങനെ തുടങ്ങും പരിപാടികൾ. അപ്പൊ ഇനി എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കാം. എന്തെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടാവേ? ഇപ്പൊ അങ്കമാലി ഭാഷയിലാണ് സംസാരിക്കണമെങ്കിൽ, നമ്മുടെ കൊളോക്കിയൽ ഭാഷയിലാണെങ്കിൽ, ഇപ്പൊ കരിയാട്ടിലെ ഒക്കെ ഉള്ള വർത്തമാനം പറയുന്ന ഭാഷയിലാണെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണോട്ടാ, ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിന്നോടും പറയാം. എങ്ങനെയുണ്ട്? എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാലേ ഒന്ന് പറയണോട്ടാ. എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം, നീ എന്നോട് പറയണോട്ടാ എന്ന് പറയും. അപ്പൊ അവന്റെ മനസ്സിലും അതായി, നമ്മുടെ മനസ്സിലും അതായി. എന്നിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ചാടി വീഴരുത്. സാറ് ക്ലാസ് എടുത്തതൊക്കെ കൂടി മിക്സ് ചെയ്ത് അവസാനം 24 മണിക്കൂറിനുള്ളിൽ പുള്ളിയെ വിളിച്ച് കൃത്യമായിട്ട് ഒരു സാധനം ഉൽക്ക പോലെ ആകാശത്ത് നിന്ന് വീണ് കിട്ടിയിടാന്ന് പറയരുത്. ഒരു 3-4 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറയാ, എടാവേ എന്റെ ഒരു കൂട്ടുകാരൻ ബെൻസുമായിട്ട് വന്നിട്ടുണ്ടായി, ഒരുത്തൻ, അവൻ വലിയ ഗുണമെന്നുള്ളതിനല്ല, ഒരു നമ്പൂരി ഒരുത്തൻ, അവൻ വെറുതെ ഇരുന്ന് ബെൻസ് കിട്ടി, അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നു. എനിക്ക് നമ്മൾ ഇന്നലെ 3-4 ദിവസം മുമ്പ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് പറ്റിയ അവസരമാണെന്ന് എനിക്ക് തോന്നി, കണ്ടപ്പോ നിന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചേ എന്ന് പറയാം. വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് തോന്നിയിടവേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിന്നെ എപ്പോഴാണ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മീറ്റിംഗ് ബിഫോർ ദ മീറ്റിംഗ് എന്നാ പറയാതിന്, മീറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് അല്ല, മീറ്റിംഗ് ബിഫോർ ദ മീറ്റിംഗ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് കറങ്ങി നടക്കുന്ന സമയത്തൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും വേറെ ആവശ്യത്തിൽ പുസ്തകം മേടിക്കാൻ വേണ്ടി പോണതായിരിക്കും, പൈക്കോല് പോണതായിരിക്കും. ആ സമയത്ത് ഞാൻ കാണാനൊക്കെ വിളിച്ച് ഹായ് പറഞ്ഞ് വർത്താനം പറഞ്ഞ് ചായ പിടിച്ച്, അപ്പൊ ശരിടാ കാണാം, പിരിയാം, എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ പോണു, ഓ വലിയ കഷ്ടമാ പോയി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം. അങ്ങനെയാണ് തുടങ്ങിയ കാലത്ത് ചെയ്തേക്കണം. എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോ സക്സസ്ഫുൾ ആ. നിങ്ങൾ തുടങ്ങണ കാലത്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്ത ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ പേര് പറയാം, ജിഷാദിന്റെ പേര് പറയാം, ഫിലിപ്പ് സിംഗിന്റെ പേര് പറയാം, സുരേഖയുടെ പേര് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ട കാര്യം പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പാക്ട് ഉണ്ടായ ഒരു സംഗതി പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ ആ കാര്യം ഇന്നതാണെന്ന് പറഞ്ഞ്, ഇന്നത് പറയാണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടാൽ അവൻ നല്ല സ്റ്റഡി വടി പോലെ ഇരിക്കും. നിങ്ങൾ പറയണത് കേൾക്കാൻ വളരെ താല്പര്യപൂർവ്വം ഇരിക്കും, ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. റൂട്ട് മനസ്സിലായി വരുന്നുണ്ടോ? മനസ്സിലായി വരുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അറിയണമല്ലോ. ഇപ്പോഴും അപ്രോച്ച് തുടങ്ങിയിട്ടില്ല. ഇനി 7 എണ്ണം പറയാനുണ്ട്. സമയമുണ്ടോ? അതോ തിരക്കാണോ? വീട്ടിൽ പോണോ? എവിടെ പോവാൻ? എനിക്കറിയാം. 7 കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് ഞാൻ. 7 കാര്യങ്ങൾ. ഒന്നാമത്തെ എഴുതിക്കോ. അങ്ങനെ നമ്മൾ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ ചെല്ലുമ്പോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ 7 എണ്ണം. ആദ്യത്തെ ഡയറക്റ്റ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ച് എപ്പോഴും എന്റെ പഴയൊരു വീഡിയോ കാണണം, ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു. ഡയറക്റ്റ് അപ്രോച്ച് എപ്പോഴും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ഫ്രണ്ട്സിന്റെ അടുത്താണ്. ഞാൻ വിളിക്കുമ്പോ, ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ശ്രീജിത്തിനെ ഞാൻ എങ്ങനെ പറഞ്ഞാൽ വിളിച്ചതെന്ന് ഞാൻ പറയാം. ശ്രീജിത്ത്, എടാ ഒരു ബിസിനസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു 10 മിനിറ്റ് കാണും. ഞാൻ എല്ലാ കാലത്തും എന്റർപ്രണർ ആവാൻ നടന്ന ആളാണെന്ന് എനിക്കറിയാലോ. എനിക്ക് എല്ലാ കാലത്തും എന്തെങ്കിലും വലുതായി നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിയുടെ ഈ പറയുന്ന മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിന് പുറത്ത് കിടക്കണം, എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. നിനക്കറിയാലോ, എനിക്ക് എന്റെ കാര്യം നിനക്കറിയാലോ. ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കി നടന്നു തുടങ്ങിയിട്ട് കാലം കുറേടാ. എനിക്ക് തോന്നി അടിപൊളിയായിട്ട് ഒരു പരിപാടി വന്നിട്ട് തോന്നി എനിക്ക് ഞാൻ നിന്നുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചാ 10 മിനിറ്റ് നിനക്ക് കിട്ടുമോ? കാരണം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും സാധനങ്ങൾ എടുക്കില്ല എന്ന് എനിക്കറിയാലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. എനിക്ക് ഇത്തവണ ഇത് കലക്കും. കാരണം പല പരിപാടികളും ഞാൻ ചെയ്ത് പലതും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നിന്നോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാ. 10 മിനിറ്റ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. അത് ഈ തരത്തിൽ പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ തരത്തിൽ എനിക്ക് പറയാവുന്നത്, നിലവിലുള്ള ഒന്നിനെയും സ്വാധീനിക്കാതെ അല്ലെങ്കിൽ ഒന്നിനെയും തടസ്സപ്പെടുത്താതെ നമുക്കൊരു 10 പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേടാ ശ്രീത്തെ. നമുക്ക് ഒരുമിച്ച് നിന്നാ ഒന്നും നഷ്ടപ്പെടാനില്ല. നിന്റെ ജോലിയും പോകണ്ട, എന്റെ ജോലിയും കളയണ്ട. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു പിടിപിടിച്ച് കഴിഞ്ഞാൽ സംഗതി കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നി. നീ ഒന്ന് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയാം. ഞാൻ നാളെ തന്നെ നിന്നെ കാണാൻ വരട്ടെ. ഞാൻ വളരെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. നമുക്കൊന്ന് കണ്ടാലോടാ എന്ന് ചോദിച്ചാൽ അത് ഓക്കെയാണ്. അത് അല്ലെങ്കിൽ എനിക്ക് വേറെ തരത്തിൽ പറയാം. ഇപ്പൊ എനിക്കത് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ ഓൾറെഡി 5 കൊല്ലം കഴിഞ്ഞു. ഞാനിപ്പോ കണ്ട പോലെ പറയാൻ പറ്റില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്ത് പറയും? ശ്രീത, എടാ എന്റെ ബിസിനസ് ഗംഭീരമായിട്ട് പോകണുണ്ടാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ലെവലിലാണ് ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കണേ. നിന്റെ ഏരിയയിൽ ഞാനിത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പറ്റിയ 2-3 പാർട്ട്നേഴ്സിനെയും കൂടി കൂട്ടിയിട്ട് ഇപ്പൊ ഉള്ളതിന്റെ 10 ഇരട്ടിയാക്കാനുള്ള പ്ലാനിലാണ്. എനിക്ക് അവിടെ ഒന്നും പറയാൻ എന്റെ 5 പൈസ ചെലവില്ല. നിന്റെ ഇപ്പൊ നിലവിലുള്ള ഒന്നും നഷ്ടപ്പെടുത്താൻ വേണ്ട. 2-3 സീരിയസ് പാർട്ട്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തകർക്കാം. ആ ഏരിയയിൽ എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ ഈ പറയുമ്പോ എഴുതിക്കൊണ്ടിരിക്കണ്ടല്ലോ അല്ലെ? ചെറുതായിട്ട് നോട്ട് ചെയ്ത് പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിനെ ഗംഭീരാക്കാവുന്നുള്ളൂ. എഴുതുന്നുണ്ട് അല്ലെ? എത്ര പേര് എഴുതുന്നുണ്ട്? Can I see that? അബ്രാം ചേട്ടൻ കാണിച്ചു തരണ്ട. അബ്രാം ചേട്ടൻ എഴുതുന്നത് എനിക്ക് അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. കാരണം ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. സ്ട്രൈക്ക് റേറ്റ് ഒരുപാട് കൂടാൻ പോവാണ്. ന്യൂ ലൈഫ് കമ്മ്യൂണിറ്റി ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഓൾ വേൾഡ് റെക്കോർഡ്സ്. ഐ എം ടെല്ലിങ് യു. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. നമ്മുടെ ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ടാമത്തെ അപ്രോച്ച് ഇതുവരെ ജോലിക്കൊന്നും പോവാത്ത അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ടീമിലെ സ്റ്റുഡൻസ്, അവർ പഠിക്കണുള്ളൂ. 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്. ചിലർ ഹൗസ് വൈഫ്സ് ആണ്, ജീവിതത്തിൽ ഒരു ജോലിക്കും പോയിട്ടില്ല. അതുപോലെ ചില ആൾക്കാർ വളരെ ചെറിയ ജോലികൾ, പ്യൂണിന്റെ ജോലി, വെയിറ്റ്, മറ്റേ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ ജോലി, അല്ലെങ്കിൽ സപ്ലയറുടെ ജോലി, അങ്ങനെ കൊച്ചു ചെറിയ ക്ലർക്കിന്റെ ജോലി, ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സെൽഫ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ആളുകളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ അപ്രോച്ച്, ഒപ്പീനിയൻ അപ്രോച്ച്. എന്താണ് അപ്രോച്ച്? ഒപ്പീനിയൻ അപ്രോച്ച്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അഡ്വൈസ് വേണം. അഡ്വൈസ് എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആളുകൾക്ക് ഇഷ്ടം ആണല്ലോ. സാറേ ഒരു അഡ്വൈസ് വേണം, ചേട്ടാ ഒരു അഡ്വൈസ് വേണം, അങ്കിൾ എനിക്ക് അങ്കിളിന്റെ ഒരു അഡ്വൈസ് വേണം അങ്കിൾ. ഇതാർക്കും ചോദിക്കാവുന്ന കാര്യമാണ്. അഡ്വൈസ് വേണം. ഈ അഡ്വൈസ് വേണം എന്ന് പറയുമ്പോൾ ഒന്ന് അവന്റെ ഈഗോയെ ലിഫ്റ്റ് ആവും. ഈഗോയെ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാം. 2, അവർക്ക് അല്ലെങ്കിൽ അവർ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ, അവർക്ക് എപ്പോഴും അഡ്വൈസ് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇത് സ്റ്റുഡൻസിനും ഹൗസ് വൈഫ്സിനൊക്കെ ഏറ്റവും പറ്റിയ സംഗതിയാണ്. വിളിച്ച് പറയാവുന്ന ഒരു കാര്യം, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ സാഹചര്യം മുഴുവൻ മാറ്റിമറിക്കാൻ പാകത്തിന് ഒരു അവസരം എനിക്ക് എന്റെ അടുപ്പുള്ള ഒരാൾ വന്ന് പറഞ്ഞു. അത് തുടങ്ങുന്നതിന് മുമ്പ് സാറിന്റെ ഒരു ഉപദേശം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കിത് പറ്റണതാണോ അല്ലയോ എന്ന് സാറൊന്ന് കേട്ടിട്ടൊന്ന് ഒരു ഉപദേശം തന്ന വലിയ ഉപകാരമായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പാരന്റ്സ് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് ഉപദേശം മേടിച്ചിട്ട് തുടങ്ങിയാൽ മതിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ശിരസ വഹിക്കണമെന്നുള്ളൂ. എനിക്ക് അങ്ങനെ സാറിനെ പോലെ അധികം ആൾക്കാരില്ല, അങ്കിളിനെ പോലെ അധികം ആൾക്കാരില്ല, ചേട്ടനെ പോലെ അധികം ആൾക്കാരില്ല, നിന്നെ പോലെ കുറെ ആൾക്കാരില്ല എനിക്ക്. നീ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് പറഞ്ഞാൽ മതി. നിനക്ക് ഇതൊന്നും വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം, സാറിന് ഇതൊന്നും വേണ്ടി വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിത് പറ്റുമല്ലോ എന്ന് സാറ് ഇതൊന്നും നോക്കിയിട്ട് അവലോകനം ചെയ്ത് എനിക്ക് പറ്റിയ പരിപാടിയാണെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതിയല്ലോ സാർ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ സമയം കളയണേ? സാറിനെ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കിട്ടിയല്ലോ?
മനസ്സിലായി എന്നുള്ളവരൊന്ന് സിമ്പിൾ തരൂ. രണ്ടാമത്തെ സെക്കൻഡ് അപ്രോച്ച്. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, മൂന്നാമത്തെ അപ്രോച്ച് സസ്പെൻസ് അപ്രോച്ച്. സസ്പെൻസ് അപ്രോച്ച്. സസ്പെൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്, അതിന് പറ്റിയ കുറെ ആൾക്കാർ നമ്മുടെ കൊളീഗ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് പറയേണ്ട ഒരു 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ബെനിഫിറ്റ് മാത്രമേ പറയാവൂ, ബിസിനസ് പറയരുത്. അടിയിൽ എഴുതുക. ഈ സസ്പെൻസ് അപ്രോച്ചിന്റെ പ്രത്യേകത, ബെനിഫിറ്റ് മാത്രമേ പറയാവൂ, ബിസിനസ് പറയരുത്. ബെനിഫിറ്റ് എന്താണ്? എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തി. എൻ്റെ ഒരു സാമ്പത്തിക ഒരു പ്ലാനിങ് ഉണ്ടാക്കി. 50 കൊല്ലം കൊണ്ട് നമുക്ക് നേടാവുന്ന കാര്യങ്ങൾ മുഴുവൻ 5 കൊല്ലം കൊണ്ട് നേടാവുന്ന രീതിയിലാണ് അവൻ എന്നോട് പറഞ്ഞു തന്നത്. നിനക്കത് അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ നമുക്കൊന്ന് കാണാം. എന്താ ഞാൻ പറഞ്ഞേ? ഒരു 50 കൊല്ലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും 5 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ പാകത്തുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് അടുത്ത കാലത്ത് നടത്തി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫോണിൽ കൂടെ പറയണതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് നേരിട്ടൊന്ന് കണ്ടാൽ ഒരുപക്ഷെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആർ യു ഓപ്പൺ? ചോദിക്കണം. അടുത്തത്, ഡു യു കീപ് യുവർ കരിയർ ഓപ്ഷൻസ് ഓപ്പൺ എന്നുള്ളതാണ്. നീ ഇപ്പോ ഒരു പണിയിലാണെന്ന് എനിക്കറിയാം, നീ ഇപ്പൊ ഒരു ജോലിയിലാണെന്ന് എനിക്കറിയാം, നീ ഒരു ബിസിനസ്സിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു എക്സ്പാൻഷനുള്ള ഓപ്പർച്യൂണിറ്റികൾക്ക് നീ ഓപ്പൺ ആണോ? അല്ലെങ്കിൽ നിന്റെ ജോലിയുടെ കൂടെ തന്നെ നിനക്ക് അഡീഷണൽ കരിയർ ഓപ്ഷൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ? നീ ആർ യു ഓപ്പൺ ഫോർ ദ ഡിസ്കഷൻ? അതിനെക്കുറിച്ച് പോസിറ്റീവ് ആണോ? ചോദിക്കാവുന്ന ഒരു കാര്യം. അതുപോലെ പറയാവുന്ന ഒരു കാര്യം, എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ജീവിക്കാനും എനിക്ക് വെറുതെ കാലകാലത്തോളം വണ്ടി ഓടിച്ച് നടക്കാതിരിക്കാനും പറ്റിയ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5 കൊല്ലം കൊണ്ട് സെറ്റിൽ ചെയ്യാവുന്ന ഒരു പരിപാടി നമുക്ക് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ബിസിനസ് സസ്പെൻസ് ആണ്. ബിസിനസ് സസ്പെൻസ് ആണ്. 5 കൊല്ലം കൊണ്ട് സെറ്റിൽ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് പെട്ടിട്ടുണ്ട്. നിനക്കത് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? ആർ യു ഓപ്പൺ ഫോർ ഡിസ്കഷൻ? ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. ഇതിനെയാണ് സസ്പെൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. നാലാമത്തെ, ഇത് ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയോ? ബെനിഫിറ്റ്സ് പറയുന്നു. ഹൗസ് വൈഫ്സ് ആണെങ്കിൽ പറയാം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇതിന്റെ അലൈൻമെന്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ വെറുതെ കളയുന്ന സമയം നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ ഹൗസ് വൈഫ് വേറൊരു ഹൗസ് വൈഫിനെ വിളിക്കാണ്. നമ്മൾ വെറുതെ കുട്ടികളെയൊക്കെ യാത്രയാക്കി സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വെറുതെ പോകുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ച് വെറുതെ സമയം കളഞ്ഞ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം വന്ന് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ആണോ? ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു ഓപ്ഷൻ വന്ന് കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവന്നത്. ആർ യു ഓപ്പൺ? ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കാം. അടുത്താണ് കിടക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കാണാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ വീഡിയോ അയക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്രോച്ചാണ് ഈ പഠിപ്പിക്കുന്ന മുഴുവൻ. നാലാമത്തെ അപ്രോച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേര് എക്സ്പാൻഷൻ അപ്രോച്ച് ആണ്. എക്സ്പാൻഷൻ വികസിക്കുക, എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പാൻഷൻ അപ്രോച്ച്. അത് പറയേണ്ടത് ഇങ്ങനെയാണ്. ഒരു ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ള മോഡലിലാണ് നമ്മൾ അത് അപ്രോച്ച് ചെയ്യേണ്ടത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നിങ്ങളുടെ ഏരിയയിൽ ഈ ബിസിനസ് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ ഞാൻ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ അംബിഷ്യസ് ആൻഡ് പീപ്പിൾ. ആൻഡ് ഇഫ് യു തിങ്ക് യു ആർ വൺ അമംഗ് ദം, നിങ്ങൾക്കും വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു കമ്പനിയിൽ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യാണ്. ആ കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് ആ ഏരിയ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എക്സ്പ്ലോറിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ആ വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എക്സ്പ്ലോറിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇത് പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഐ ക്യാൻ അറേഞ്ച് എ സിറ്റിംഗ് ആൻഡ് ഐ ക്യാൻ അറേഞ്ച് എ മീറ്റിംഗ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന 2-3 പേരുടെ പാർട്ട്ണർഷിപ്പില് ഈ ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം.
ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഇതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അപ്പോ ആ ഏരിയയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അദ്ദേഹം വരുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ ബെൻസിൽ അയാൾ വരും, അത് DP ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അയാൾ ആ രീതിയിൽ തന്നെ അത് എടുത്തുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ഞാൻ അയച്ചു തരാം, രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല മീറ്റിംഗ് ആണ് നടത്തണമെങ്കിൽ പറയാ നോ ഒബ്ലിഗേഷൻ മീറ്റിംഗ് ആണ്, പേടിക്കേണ്ട, ഒരു 40 മിനിറ്റ് ടൈം മതി. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വെക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് ഈസ് എ നോൺ ഒബ്ലിഗേഷൻ മീറ്റിംഗ്. വന്നു കണ്ടു എന്ന് കരുതി ഇത് ചേരണ്ട, സാധനം വാങ്ങണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് എ ഡിസ്കഷൻ. ഒരുപക്ഷെ നിനക്കിത് ഗുണപരമാവുമെന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രം വിളിച്ചതാണ്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. നിനക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ആ ഏരിയയിലെ വേറെ ആൾക്കാരെ നോക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുടെ അടുത്ത് പോകാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കാര്യം. ദിസ് ഇസ് അനദർ അപ്രോച്ച്. ഇത്രയും ഓക്കെ ആയോ? എഴുതാൻ പറ്റണില്ലേ? സ്പീഡില് നോട്ട് ചെയ്ത് പോകാൻ പറ്റണില്ലേ? ഈ വാക്കുകൾ ചിലത് വായിൽ ഉരുളണം. ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് വായിൽ ഉരുളണം. ഇനി എത്ര കൂടി ബാക്കിയുണ്ട്? ഓക്കെ, 3 കൂടി ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത അപ്രോച്ച്, 5ാമത്തെ അപ്രോച്ച് പ്രാക്ടീസ് അപ്രോച്ച്. PRACTICE, പ്രാക്ടീസ്, പരിശീലന അപ്രോച്ച്. ഇത് എഗെയിൻ വാം സർക്കിളിൽ കളിക്കാനും വാമിലും ഹോട്ടലും കളിക്കാൻ. ഹോട്ടലാണ് ഏറ്റവും നല്ലത്. ഹോട്ടൽ കളിക്കാൻ ഏറ്റവും നല്ല പരിപാടിയാണ് ഹോട്ടൽ സർക്കിളിൽ. ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് കളിക്കാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ല. ഞാനാണ് ഇങ്ങനെ പറയും, ഇപ്പൊ ശ്രീജിത്തിനെയാണ് ഞാൻ വിളിക്കും, എടാ ശ്രീജിത്തെ, എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാ. നിനക്കറിയാലോ ഞാൻ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കണ കാരണം കൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കണം, വർത്താനം പറയണം, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എന്തായാലും എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് എന്തായാലും അഡീഷണൽ ആയിട്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കണം എന്ന് ഞാനൊരു ബിസിനസ് ഏറ്റെടുത്ത് പോയി. എന്നെ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ബാക്കിയുള്ളവരുടെ വർത്താനം പറയാറുകൂടാ. ഇത് ഞാൻ പറയണത് ശരിയാവണ്ടോന്നൊന്ന് അറിയാനായിട്ട്, ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട്, എനിക്കൊരു റിഹേഴ്സൽ നടത്താനായിട്ടാ. നീ ഒന്ന് കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കറക്റ്റ് ചെയ്താടാ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാനായിട്ട് വേറെ ആരോടാടാ ഞാൻ പറയണേ? ഒന്ന് ഹെൽപ്പ് ചെയ്യടാവേ. നീ നല്ല തിരക്കാണെന്ന് എനിക്ക് അറിയാടാ. എനിക്കൊരു 10 മിനിറ്റ് മതിടാ, 10-15 മിനിറ്റ് മതിടാ, ഞാനൊന്ന് ആ വഴി വരണം. നീ എല്ലാ സമയം പറഞ്ഞാൽ മതി. ഞാനൊന്ന് അവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ ഈ പ്രസന്റേഷൻ നടത്തണം, ഒന്ന് കേട്ടിട്ട് പറയടാ. ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാന്ന് അറിയാലോ. ഞാൻ ഒരു റോട്ടിൽ ഇറങ്ങിയ ഒരാളെ കണ്ടിട്ട് വർത്താനം ചിരിക്കാൻ പോലും അറിയാത്ത ആളാ. ബിസിനസ് എന്ന് പറയുമ്പോൾ ആളുകളോട് വർത്താനം പറയേണ്ടി വരും, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഞാനിത് മര്യാദയ്ക്ക് പറയേണ്ടതെന്ന് തന്നെ എനിക്ക് അറിയാൻ പാടില്ലടാ. നീ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്റെ മിസ്റ്റേക്കുകൾ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ അടുത്ത് എത്ര വേണം നാണം കെടാലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഒന്ന് നാടാവേ, ഒരു റിഹേഴ്സലെടുത്ത് നാടാവേ. മനസ്സിലായോ? ഇത് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് വിജയിപ്പിക്കാവുന്നേ, സുഖമായിട്ട് വിജയിപ്പിക്കാം. അപ്പൊ അവന് കൃത്യമായിട്ട് അവന് ഈഗോം കിട്ടി, അവനത് നോക്കിയിരിക്കും, ഡിഫൻസ് ആവും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു തരണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. നിനക്കത് കേൾക്കൽ മാത്രമല്ല, ഈ പരിപാടി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഞാനിത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്താടാ പറയടാ? ഞാൻ പറഞ്ഞത് ഫോണിൽ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കാൻ പറ്റില്ലോടാ, ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാം. നീ എനിക്കൊരു എന്തായാലും നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായി, കണ്ടിട്ടൊന്ന് അറിയാലോ. ഇത് തന്നെ പറയാം, ഈ രീതി തന്നെ പോകും. ദാറ്റ് വിൽ വർക്ക്. ഇനി 6ാമത്തെ പോയിന്റ്, റെഫറൻസ് ആൻഡ് റെക്കമെൻഡേഷൻ അപ്രോച്ച്. റെഫറൻസ് എടുക്കലും റെക്കമെൻഡേഷൻ എടുക്കലും അപ്രോച്ചാണ്. ഇത് ഭയങ്കര ഇഫക്റ്റീവാ, കിടുക്കൻ ആണ്. വലിയ ആളുകളെ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവം. നല്ല വരുമാനമുള്ള, നല്ല പൈസ ഉണ്ടാക്കുന്ന, ഒരുപക്ഷെ ഇത് നിങ്ങൾ അവര് ചെയ്യില്ലോ നിങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷെ അവർക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അവരെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല അവസരങ്ങളിൽ ഒന്നാണ് ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഇതിന്റെ പേരാണ് റെഫറൻസ് ആൻഡ് റെക്കമെൻഡേഷൻ അപ്രോച്ച്.
കേൾക്കുമ്പോ തന്നെ ഇത് കേൾക്കണ്ടാവും. ഞാനാണ് ഇപ്പൊ വിളിക്കണമെന്ന് വിചാരിക്കുക. ഞാൻ അബ്രഹാം വർഗീസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള കാലടിയിലെ പല പല ബിസിനസ്സുകൾ നടത്തുന്ന ഒരു പ്രമാണിയെ ഞാൻ വിളിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഞാൻ ഈ കണ്ണി കണ്ട പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അബ്രഹാം ചേട്ടൻ കാണാറുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്റെ പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. പുള്ളി എന്നെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരാളാ. വന്നാൽ കലക്കം എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഒറ്റയടി ഇങ്ങനെ വിളിക്കുക, അബ്രഹാം സാറേ ഞാൻ വിളിച്ചത് ഒരു കാര്യത്തിന്, വിനോദാണ് സാറേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ പറ, എന്താ വിനോദേ, എന്താ കാര്യം? എന്റെ അബ്രഹാം സാറേ, എനിക്ക് ഈ അടുത്ത കാലത്ത് രക്ഷപ്പെടാൻ പാകത്തിന് ഒരു സാധനം വന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് 100% ഈ പരിപാടിയിൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതില്ലാതെ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വേറെ വഴിയില്ല അബ്രഹാം സാറേ. സാറേ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. സാറിന് ഇത് വേണ്ടി വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. സാറിന് ഇത് വേണ്ടി വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. പക്ഷെ സാറേ, സാറിന് ഒരു പക്ഷേ ഇതിന് പറ്റിയ ആളുകളെ എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഉറപ്പായിട്ടും പറ്റും. അവർക്കും അത് ബെനിഫിറ്റ് ആവുന്ന മാത്രമല്ല, എനിക്കതും വലിയൊരു കാര്യമായിരിക്കും. എന്റെ ബിസിനസ് വലുതാക്കാനായിട്ട് അത് ഗുണം ചെയ്യുകയും ചെയ്യും, അവർക്കും അത് ഗുണമാവുകയും ചെയ്യും. അപ്പൊ സാറ് ആൾക്കാരെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഇത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ അതൊന്ന് സാറിനെ ഒന്ന് അറിയിച്ചിട്ട് അതിന് പറ്റിയ ആളുകളെ ഒന്ന് എനിക്ക് 1-2 ആൾക്കാരെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഒരിക്കലും ഞാൻ മറക്കില്ല സാറേ സഹായം. അപ്പൊ എന്നെ സഹായിക്കണം. എന്തിന്? ആളുകളെ ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പൊ അവിടെ ഒരിക്കലും നമ്മൾ പ്രഷർ ചെയ്യുന്നില്ല. അപ്പൊ റെക്കമെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റെഫറൻസ് എടുക്കാനും വേണ്ടി മാത്രം എന്നെ ഒന്ന് സഹായിക്കണം സാറേ എന്നുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതിൽ സറണ്ടർ ചെയ്താണ് പോണെങ്കിൽ 100% അയാൾ നീ എന്താ ചെയ്യണേ സാറേ, അത് കാണിക്കാനുണ്ട് സാറേ, കുറച്ച് കാര്യങ്ങൾ ഫോണിൽ കൂടെ കാണിക്കണതിനൊരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് വന്ന് സാറിനെ ഒന്ന് കാണിക്കാം. 10 മിനിറ്റ് കൂടുതൽ വേണ്ടി വരില്ല സാറേ, 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ സാറിന് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഞാൻ തന്നെ വേണമെന്ന് സാറ് പറഞ്ഞോ, ഇത് പല അപ്രോച്ച് എടുക്കാം. ഞാൻ തന്നെ ശരിയാണോ ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. അതിനുശേഷം സാറിന് പറ്റിയ ആൾക്കാരെ കണക്ട് ചെയ്ത് തന്നാൽ മതി. ഇതിന് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് സാറിന്റെ 10 മിനിറ്റ് കിട്ടിയ വലിയ ഉപകാരമായി. ഇതാണ് അപ്രോച്ച്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വർക്കബിൾ ആണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? പ്രായോഗികമല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ ഇതുവരെ? ഗുഡ്. ഓൾറെഡി ശ്രീത്ത് പറയുന്നുണ്ട് ഐ എം യൂസിങ് ഇറ്റ്. ഗുഡ്. ഓൾറെഡി ചെയ്യുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പലതും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഗതി പോകേണ്ടത്. അതുപോലെ തന്നെ അവസാനത്തെ ടൈം കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് 7ാമത്തെ ടെക്നിക്ക്. ടൈം കമ്മിറ്റ്മെന്റ് ടെക്നിക്ക് അല്ലെങ്കിൽ ടൈം കമ്മിറ്റ്മെന്റ് അപ്രോച്ച്. ആ അപ്രോച്ച് ഇങ്ങനെയാണ്. ആ അപ്രോച്ച് എന്ന് പറയുന്നത്, ശ്രീജിത്ത് എന്ന് പറയുന്ന എൻ്റെ അയൽക്കാരൻ എല്ലാ ഞായറാഴ്ചയും ഫ്രീ ആണെന്ന് എനിക്കറിയാം. എല്ലാ ഞായറാഴ്ചയും ശ്രീജിത്ത് എന്ന് പറയുന്ന അയൽക്കാരൻ ഫ്രീ ആണ്. ഹോട്ടല്ല, പുള്ളി വാമിൽ കിടക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നിങ്ങളുടെ അയൽക്കാരുടെ. വാമിലായിരിക്കും, കാണുമ്പോ ഹായ് ബൈ പറയും, പക്ഷെ ഒട്ടും ക്ലോസ് ആയിരിക്കില്ല. അങ്ങനെ ക്ലോസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് അവനോട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാൻ പോണത്, ശ്രീജിത്ത് അല്ലേ? അതെ. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് എന്താ പരിപാടി? അപ്പൊ ശ്രീജിത്ത് പറയും, ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഫാമിലിയുമായിട്ട് ഞങ്ങള് ലുലു മാളിൽ പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് നമ്മളോട് ചോദിക്കുമല്ലോ. ഒന്നുമില്ല, കണ്ടിട്ട് കുറെ ദിവസമായല്ലോ, ഒരു കാപ്പി പിടിച്ചിട്ട് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കുഴപ്പമില്ല, പൊക്കോളൂ, ഇന്ന് ഫാമിലി ആയിട്ട് പൊക്കോളൂ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ക്ലിയർ ആയോ? ഇനി ഞാൻ അടുത്ത ആഴ്ച വിളിച്ചാൽ അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. എപ്പോഴാണ് കാണാൻ സൗകര്യപ്പെടാന്ന് ചോദിച്ചാൽ മതി, തരും. കാരണം കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കാണാൻ പറ്റില്ലല്ലോ. മനസ്സിലായല്ലോ? നമുക്കറിയാം അവൻ ഞായറാഴ്ച തിരക്കാണ്. ആകെ ഒരൊറ്റ ദിവസമുള്ളൂ ഞായറാഴ്ച ഒറ്റ ദിവസമുള്ളൂ പുള്ളിക്ക്. ആകെ പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്ന് അറിയാം. നല്ല തിരക്കുള്ള ആളാ. പുള്ളി കാണാൻ ഞായറാഴ്ച കിട്ടുള്ളൂ. പക്ഷെ ഞായറാഴ്ച ഒക്കെ പുള്ളി കറക്കാൻ അറിയാം. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് ഞായറാഴ്ച 7 മണിക്ക് എന്താ പരിപാടി? ഇനി പരിപാടി ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, എന്നാൽ നമുക്കൊന്ന് വെറുതെ കണ്ടാലോ, ഒരു ചായ പിടിച്ചിരിക്കാലോ, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, ആകെ ഞായറാഴ്ച അല്ലേ ഉള്ളൂ അല്ലേ, എന്നിട്ട് നമുക്ക് നേരെ കയറാം. ടൈം കമ്മിറ്റ്മെന്റ് അപ്രോച്ച് എന്ന് പറയാൻ
ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ഒരാൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ, ഇപ്പൊ മുരളിയേട്ടന്റെ അടുത്തൊക്കെ എന്റെ റിലേറ്റീവ് ആണ്, ഞാൻ വിളിച്ചു കഴിയുമ്പോൾ അത് ആദ്യമാണ്, മുരളിയേട്ട തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് എന്താ പരിപാടി? അയ്യോ ഞാൻ ഞായറാഴ്ച മുതൽ 4 ദിവസം സ്ഥലത്തില്ല. ആ കുഴപ്പമില്ല, ഞാൻ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ കുറെ ദിവസമായാലും കണ്ടിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ തിരക്കില്ല, നോ പ്രോബ്ലം, നമുക്ക് വേറെ ദിവസങ്ങളിൽ കാണാം. അപ്പൊ എന്നാ വരിക? വ്യാഴാഴ്ച. അപ്പൊ ഞാൻ വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ സൗകര്യം പോലെ വിളിക്കാട്ടോ. ഡിങ്, ഒരു സാധനം അവിടെ വീണു. ക്ലിയർ ആയില്ലയോ? അപ്പൊ അപ്രോച്ച്, ഇങ്ങനെയുള്ള 7 അപ്രോച്ചുകളാണ്. ഈ അപ്രോച്ചുകളുടെ ഒക്കെ അടിസ്ഥാനവും സൈക്കോളജിയും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ തരത്തിലുള്ള അപ്രോച്ചുകൾ കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് അന്തസ്സായിട്ട് നോ എന്ന് കേൾക്കേണ്ടി വരും. അയ്യോ വേണ്ടേ എന്നവര് പറയും. ഇതൊക്കെ അവര് പറയാൻ സാധ്യതയുണ്ട്. വന്നാലും ഒന്നും ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. വലിയ പ്രതീക്ഷകളോ അമിത പ്രതീക്ഷകളോ വേണ്ട. പക്ഷേ ഈ ഓരോ അപ്രോച്ചും ഞാൻ പറഞ്ഞത് അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും കളയാത്ത രീതിയിലുള്ള അപ്രോച്ചുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തന്ന ഓരോ അപ്രോച്ചുകളും അവരുടെ പെർമിഷൻ മാത്രം ചോദിച്ച് അവരെ കാണുന്ന രീതികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രം അവരെ കാണുന്ന, ബഹുമാനം നമ്മൾ കൊടുത്തുകൊണ്ടുള്ള അവരുമായിട്ടുള്ള ബന്ധം അല്പം പോലും ഉരസാൻ പറ്റാത്ത രീതിയിലുള്ള രീതി എന്നും ഓപ്പൺ ആയിട്ട് ഇടുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനകത്തൊരു വെല്ലുവിളിയില്ല, പ്രശ്നങ്ങളില്ല, ദേഷ്യപ്പെടലില്ല, കാലുമ്മ വീഴലില്ല, നൊലോളിക്കലില്ല, അവനെ പ്രഷർ ടാക്ടിക്സിന് വിധേയരാക്കലില്ല, കുപ്പിയിലടിക്കലില്ല, നുണ പറയലില്ല. ബർത്ത്ഡേ ആണ് അങ്ങനെയൊന്നും പറഞ്ഞ് വിളിക്കരുത്. എന്നും ബർത്ത്ഡേ ആണ് ചില ആളുകൾക്ക്. നുണ പറയരുത്. ഒരു കാരണവശാലും നുണകളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുക. ഒരു ഊതി വീർപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവരുടെ പെർമിഷൻ ചോദിച്ചു മാത്രം കാണുന്ന 7 രീതികളും അതിന്റെ അന്തർലീനമായിട്ടുള്ള സൈക്കോളജിയും അതിന്റെ നമ്മൾക്ക് അതിനകത്ത് വർത്തിക്കാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് വളരെയധികം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാച്ചി കുറുക്കി കുറെ സാധനങ്ങൾ തന്നത്. 7 ദിവസത്തെ പ്രോഗ്രാമിനെ ഞാൻ ഇപ്പൊ കുറച്ചു നേരം കൊണ്ട്, ഇന്നിപ്പോ കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് മാത്രം പറയാനാണ് സമയം കിട്ടാതെ പോയത്. നമുക്കത് അടുത്ത ആഴ്ച പരിഹരിക്കാം. അടുത്ത ആഴ്ചയും ഇതുപോലെ വാല്യൂ ആഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിന് നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും. യൂഷ്വൽ കാര്യങ്ങൾക്ക് പുറമെ ഇത്ര നേരം ഉണ്ടാവില്ല, പക്ഷെ അരമണിക്കൂറെങ്കിലും അഡീഷണൽ ആയിട്ട് തന്നുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സക്സസ്ഫുകളും കേൾക്കുന്ന രീതിയിലാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങളും നിങ്ങളുടെ മാക്സിമം കൂടെയുള്ള ആളുകളെയും ഇത്തരം ട്രെയിനിങ്ങൾക്ക് കൂടെ ഇരുത്തി അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം തുടരണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വി വിൽ റോക്ക്. ആൻഡ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും എല്ലാം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കൽ പോലും റിപ്പീറ്റ് ചെയ്യാത്ത പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കണ്ടുമുട്ടാം. അതുവരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. Over to Riju. Thank you വിനോദ്ജി. വണ്ടർഫുൾ സെഷൻ. ശരിക്കും നേരത്തെ തൊട്ട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പുതിയൊരു അനുഭവം, പുതിയ നോളജ്, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് അപ്രോച്ച്, ഇതെല്ലാം ഒരു വളരെ ശരിക്കും പറഞ്ഞാൽ ലക്കി ഡേ ആണ് ഇന്ന്. പുതുതായിട്ട് വന്നവർക്ക് അവരുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു ഇത് കിട്ടിയതും അവർക്ക് വലിയൊരു അനുഗ്രഹം. ഓരോ ആഴ്ചയും പുതുതായിട്ട് നമുക്ക് ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന നോളജ് അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന മീറ്റിംഗ് ആണിത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രീത് ഭായ് ഒന്ന് സംസാരിക്കും. ശ്രീത് ഭായ്, ഹലോ. കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേക്കണ്ട? ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ പോയവരുടെ കഷ്ടകാലം ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഇന്റർനാഷണൽ